കാഴ്ചയിലും കളിക്കളത്തിലും ഒരുപോലെയാണ്. ഒറ്റ നോട്ടത്തിലല്ല, പല നോട്ടത്തിൽ പോലും ഇവരെ മനസ്സിലാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെൽക്കം ടു ദി യെല്ലോ വേവ് പോഡ്കാസ്റ്റ് പ്രസൻറ്റഡ് ബൈ ക്രേവിൻ. എൻ്റെ കൂടെയുള്ളത് ഐമനും അസറുമാണ്. ഐമനെന്നും അസഹറെന്നും തന്നെയല്ലേ പേര്? കാരണം പല സ്ഥലത്തായിട്ട് പലതായിട്ട് ഞാനിപ്പോൾ കേൾക്കുന്നുണ്ട്. മുഹമ്മദ് ഐമൻ, മുഹമ്മദ് അസർ എന്നാണ്. പക്ഷേ കുറേ പേര് പറയണത് ഐമാൻ, ഐമീൻ എന്നൊക്കെയാണ്. പക്ഷെ ഐമൻ എന്നാണ് കറക്റ്റ്. അസറിൻ്റെ അസർ എല്ലാവരും, പക്ഷെ പിന്നെ പേര് മാറും, അസാർ അങ്ങനെയൊക്കെ എല്ലാവരും പറയും. പക്ഷെ എന്താണെങ്കിലും കുഴപ്പമില്ല, മനസ്സിലായി, സ്നേഹത്തോടെ വിളിച്ചോട്ടെ എന്നുള്ളത്. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ആദ്യം കാണുന്ന സമയത്ത് എനിക്ക് നിങ്ങളിൽ ആരെയും കണ്ടെന്ന് എനിക്ക് അറിയാൻ മേല, ഇപ്പോഴും എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ആദ്യം ഒരാളെ ഞാൻ കണ്ടിട്ടായത് അസർ ആയിരിക്കും എന്ന് വിചാരിച്ച് അടുത്തയാളെ കണ്ട് നിൽക്കുക ചെയ്തത്. എത്ര പെട്ടെന്ന് നിങ്ങളെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും? അതായത് എത്ര നാളുകൊണ്ട് ഇതാണ് അസർ, ഇതാണ് ഐമൻ എന്ന് മനസ്സിലാവും? ആദ്യം കാണുന്നപ്പോൾ മനസ്സിലാവില്ല, പിന്നെ നമ്മൾ ഒരാഴ്ച ഇപ്പോൾ പ്ലേസ് ആയാലും ആദ്യം അവർക്ക് മനസ്സിലാവില്ല. പിന്നെ ട്രെയിൻ ചെയ്ത് ഒരാഴ്ച ആയിരുന്നപ്പോൾ അവർക്ക് ചെറിയൊരു ഇത് മനസ്സിലാവും. പ്രത്യേകിച്ച് എൻ്റെ ഇവിടെ ഒരു മാർക്കുണ്ട്, അതാണ് അവർ മെയിനായിട്ട് നോക്കണത്. പക്ഷെ അത് കളിയിലൊന്നും നമുക്ക് മനസ്സിലാവില്ലല്ലോ. കൂടുതലും ആ ജെയ്സി നമ്പർ അങ്ങനെയൊക്കെയാണ് കോച്ചുമാർ ഇത്. അല്ലാണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഈ അങ്ങനെയുള്ളത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണല്ലോ. കാരണം വീട്ടിലൊക്കെ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ പിന്നെ ആയിരിക്കില്ല ഈ പാടൊക്കെ കിട്ടിയേ. കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇത് ഉണ്ടാവത്തില്ലല്ലോ നിങ്ങളെ? ഇല്ല, ഇവന് ചെറുപ്പത്തിൽ എത്രയോ 5 മാസം ഇങ്ങനെ നമ്മൾ ആ ടൈമിൽ ഇവൻ ടെറസിൽ അപ്പോഴാണ് ഈ പാട് വന്ന് എന്നുവെച്ചാൽ ഇങ്ങനെ പോയി വീണ്. കുസൃതിയായിരുന്നായിരിക്കണോടോ ആ പ്രായത്തിൽ ചെയ്യുന്ന? അല്ല എന്താ ശരിക്കും ഇവൻ ഇല്ല, ഉമ്മ എപ്പോഴും പറയണേക്കാ ഏകദേശം മരിക്കേണ്ട എന്തോ ഓൾമോസ്റ്റ്. കാരണം ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ അവിടെ എമർജൻസി ആണ് അവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലെ ഹോസ്പിറ്റലൊന്നുമില്ല. ആ ടൈമിൽ ഭയങ്കര ചോര വന്നിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരാൾ വന്ന് ഐസ് വന്ന് തല വച്ച് നമ്മുടെ ഈ പഞ്ഞിയിൽ ഫുൾ ഐസ് അത് വെച്ച് കുറച്ചും കൂടി ഉണ്ട്. പിന്നെ ഹെലികോപ്റ്റർ വന്ന് ഇവിടെ മെഡിക്കൽ ട്രസ്റ്റിൽ, അപ്പോൾ അവരെ പറഞ്ഞ ഐസ് വെച്ചത് കൊണ്ട് നല്ല, ഇല്ലെങ്കിൽ ഓൾമോസ്റ്റ്. അപ്പോൾ ഞാനിത് കളിക്കലത്തിൽ ഏതോ പരിക്കാണ് റീസെന്റ് വന്നതെന്ന് ഓർത്തെ. അപ്പൊ അന്നേ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടി എത്തിയ ഒരാളാണ്. പേടിച്ചു പോയി കാണൂലോ ജനിച്ചപ്പോൾ മുതൽ തന്നെ അനുഗ്രഹം കിട്ടിയ. അന്നും എന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. ഇനി നിങ്ങളുടെ ഇഞ്ചുറി വരുന്ന സമയത്ത് ഞാൻ പല ട്വിൻസിൻ്റെയും കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് അസുഖങ്ങൾ ഒരുമിച്ചായിരിക്കും വരണേ. അവർ സങ്കടം സന്തോഷം എല്ലാം. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്? സെയിമാ. എനിക്കൊരു ഷിൻ പെയിൻ വന്നിട്ടുണ്ടായി, സെയിം തന്നെ അവനും വന്നു. അതെന്ന് പറഞ്ഞാൽ ഇവന് ട്രെയിനിങ്ങിന് വന്ന്, എനിക്ക് ഗെയിമിന് വന്ന് മുഹമ്മദായിട്ട് എന്ന് പറഞ്ഞാൽ എവേ കളിക്കാൻ പോയപ്പോൾ എനിക്ക് ആ പെയിൻ വന്ന് ഞാൻ കയറി. ആ സെയിം പെയിൻ തന്നെ എനിക്കിവിടെ ഹോമിന്ന് വന്നു. അത് ഞങ്ങൾക്ക് അത്ര സന്തോഷമില്ല കേട്ടോ. ആസ് ഫാൻസ് ഞങ്ങൾ നോക്കി കഴിയുമ്പോൾ നിങ്ങളെ ഫുൾ ടൈം അവിടെ കാണണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇനി ലക്ഷദ്വീപിൽ നിന്ന് നിങ്ങൾ ലക്ഷദ്വീപിൻ്റെ ആൾക്കാരായിരുന്നു, ഇനി ഞങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കില്ല. നിങ്ങൾ എന്ന് ഇങ്ങോട്ട് വന്നോ, ബ്ലാസ്റ്റേഴ്സിലെത്തിയോ, നിങ്ങൾ കേരളത്തിൻ്റെ സ്വന്തമായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തേക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ ആൾക്കാരാണ്. പക്ഷേ ലക്ഷദ്വീപിൽ വളരുന്ന സമയത്ത് ഒരു ചെറിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു ഫുട്ബോളറായിട്ട് വരിക, ഇങ്ങനത്തെ ഒരു ലെവലിലോട്ട് എത്തുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒറ്റ നോട്ടത്തിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ വളരുന്ന സമയത്ത് ഫുട്ബോൾ കളിക്കാനായിട്ട് ക്രിക്കറ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണ്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു? അല്ല, ഞങ്ങൾ ഫുട്ബോൾ പ്ലെയർ ആവുമെന്നൊന്നും വിചാരിച്ചല്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ജസ്റ്റ് സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഇക്കാക്കൻ്റെ ഹയർ സ്റ്റഡീസ്, പിന്നെ ആ ടൈമിൽ ക്രിക്കറ്റ് ആവാനാണ് എനിക്കിഷ്ടം. പക്ഷെ എൻ്റെ വാപ്പാക്ക് ഭയങ്കര ആഗ്രഹം ഫുട്ബോൾ പ്ലെയർ ആവണം. വാപ്പ കാലിക്കറ്റിലൊക്കെ കളിച്ചതുകൊണ്ട്. പക്ഷേ ആൾക്ക് മുട്ടിൽ ഇഞ്ചുറി വന്നു, പിന്നെ അതിനുശേഷം കളിക്കാൻ പറ്റി. പക്ഷെ ആൾ ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പം നമ്മൾ വളർന്നു വരുമ്പോൾ നീ ഫുട്ബോൾ പ്ലെയർ ആവണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളപ്പോൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഓരോ സമയം എന്ന് വെച്ചാൽ എയറോനോട്ടിക്കൽ ബിസിനസ്മാൻ ആ ഒരു ഇതാ. കാരണം എൻ്റെ മൂത്തേക്കൊക്കെ അങ്ങനെ ആവണം. അപ്പൊ അത് കേട്ട് മൂത്തേക്കാക്കപ്പോൾ എയറോനോട്ടിക്കൽ, അത് ബിസിനസ്, അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ പറയാനായിട്ട്. അപ്പോൾ ബുദ്ധിയൊന്നും ഇല്ലല്ലോ ആ സമയം. അപ്പം അങ്ങനെ ആവണം ഇതാണ്, അല്ലാണ്ട് ഫുട്ബോൾ പ്ലെയർ ആവണമെന്നോ അല്ലാണ്ട് ഇങ്ങനെ ISL കളിക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. ആ ടൈമിൽ SH അങ്ങ് അഡ്മിഷൻ എടുത്ത്, അപ്പം അവിടെ രവി സാറുണ്ടായി എന്ന് പറഞ്ഞാൽ അവിടെ ആ ടൈമിൽ SH ആയിരുന്നു ബെസ്റ്റ് അക്കാഡമി. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു സാറുണ്ട്, അൻവർ സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സാറാണ് പപ്പയോട് പറഞ്ഞ് ഇങ്ങനെ SH ഒരു സാറുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ അപ്പോഴാണ് ശരിക്കും ഫുട്ബോൾ നാട്ടിൽ കളിക്കണതും ഇവിടെയും ഡിഫറെൻ്റാന്ന് മനസ്സിലാവണം. ഇവിടെ നല്ല ടെക്നിക്കലി പ്ലേയേഴ്സൊക്കെയാണ് പണ്ട് മുതലേ. ഞങ്ങൾ ആ ടൈമിലല്ല, പണ്ട് ഇങ്ങനെ ഇപ്പോൾ സ്കൂൾ കഴിഞ്ഞാൽ കളിക്കും, അത് ഡിപ്പെൻഡാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് വന്നാൽ
ഫുട്ബോൾ, ക്രിക്കറ്റ് IPL ഫുള്ള് ക്രിക്കറ്റ്. IPL, മുംബൈ, ചെന്നൈ, അവിടെ മുംബൈ ചെന്നൈ ആണല്ലോ കൂടുതലും ഫാൻസ് കൂടുതൽ. മാച്ച് അപ്പൊ അങ്ങനെ മാറിയിട്ട് മുംബൈ ഇത്ര പേര്, ചെന്നൈ ഇത്ര പേര്, ടീം വെച്ച് കളിക്കും. 5 രൂപക്ക് ബെറ്റ്, അങ്ങനെ അങ്ങനെ ഒക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ലൈഫ്. ആ ടൈമിലാ നല്ല. പക്ഷെ അപ്പൊ ഒരിക്കലും ഈ ഫുട്ബോളർ എന്നുള്ളൊരു ക്രേസിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിലല്ല നടന്നത്. ഞങ്ങൾ ചെറുപ്പത്തിൽ എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ അത്ര ഫുട്ബോളൊന്നും കളിച്ചില്ല, കൂടുതലും ക്രിക്കറ്റ് കളിച്ചില്ല. കാരണം അവിടുത്തെ ആൾക്കാരും ഞങ്ങളിപ്പോൾ ബ്രദേഴ്സ് അവരും ക്രിക്കറ്റാണ് കളിക്കണം, ഫുട്ബോൾ ഇല്ല അവിടെ കൂടുതലും. പിന്നെയാണ് ഓരോരോ എന്താണ് ചെറിയ ചെറിയ ടൂർണമെന്റ് വരുമല്ല, അങ്ങനെ അങ്ങനെ കളിച്ച് ഒരു ടൂർണമെന്റ് കളിച്ച ഓർമ്മ അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ ഈ 15 നിങ്ങൾ ഹയർ സ്റ്റഡീസിനാണ് ഇങ്ങോട്ട് വരുന്നത്. 15 വയസ്സിൽ അല്ലല്ലോ. അപ്പൊ അവിടെ അപ്പൊ സ്കൂൾസ് ഇല്ല. ആ ഒരു സ്കൂൾസ് അല്ല, ഞങ്ങൾക്ക് ഒന്നാമത് എൻ്റെ വാപ്പാക്ക് ട്രാൻസ്ഫർ ആയി. പിന്നെ എൻ്റെ ഇക്കാക്ക +1 പഠിക്കണം. അപ്പൊ ഇക്കാക്കൻ്റെ നിർബന്ധം എനിക്ക് വന്ന് ഇവിടെ പഠിക്കണം. കാരണം എൻ്റെ മൂത്ത ഇക്കാക്ക അപ്പൊ അവിടെ SH പഠിക്കണ്ടായി കോളേജിൽ. അപ്പൊ എനിക്ക് പഠിക്കണ ഒറ്റ വാശിയിൽ വന്നതാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങളും അതിന്റെ അടുത്ത് തന്നെ സെന്റ് മേരീസ് സ്കൂൾ ഉണ്ടായി, അതിൽ ചേർന്നു. അപ്പം നിങ്ങൾ എല്ലാവരും കൂടി എങ്ങോട്ട് വരുന്നു? ഫാമിലി മൊത്തം. പക്ഷെ അവിടെ നീ ഒരു ടാലന്റ്, ഫുട്ബോൾ എന്ന് പറയുന്നത് ഹാർഡ് വർക്കിന്റെ കൂടെ ടാലന്റ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇതെങ്ങനെയാ കണ്ടുപിടിച്ചത്? ഇതാണ് ഇവന്മാരുടെ വഴി എന്നുള്ളത്? ടാലന്റ് അതന്നെ ഞങ്ങള് അവിടെ ഒരു ടൂർണമെന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ടൂർണമെന്റിൽ ഞങ്ങൾ കളിച്ചത് എനിക്കൊന്നും ഈ സാറ് കണ്ടിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ സാറ് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ പപ്പനോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സാറുണ്ട്, ഒന്ന് ചേർത്തു നോക്കുന്ന പറഞ്ഞ് അങ്ങനെ ചേർന്നതാണ്. അപ്പൊ അങ്ങനെ വന്നതാണ്. അങ്ങനെ ആ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ജീവിതം മാറ്റിമറിച്ചത്. അത് കണ്ടായിരിക്കും ബെസ്റ്റ് പ്ലെയർ ഇവന് ടോപ്പ് സ്കോർ എന്തോ കിട്ടി. അവിടെ നിന്നാണ് ഇങ്ങനെ മുന്നോട്ടുള്ള വരവ്. അപ്പൊ ഇത് കളിച്ചു തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ പിന്നീട് ഫുട്ബോളിലോട്ട് വരുമല്ലോ. അപ്പൊ ഫുട്ബോളിൽ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ എയറോനോട്ടിക്കലും നമ്മുടെ ബിസിനസ് എല്ലാം നമ്മൾ വിട്ടല്ലോ. പിന്നെ അത് ഭയങ്കര ഇതായി എന്ന് പറഞ്ഞാൽ ഫുള്ള്. ഞാനപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ നിൽക്കുന്നത് മട്ടുമ്മൽ എന്ന് പറയുന്ന സ്ഥലം, നമ്മുടെ തേയില ജംഗ്ഷൻ്റെ അവിടെ. എനിക്കറിയാം. അറിയാം. അവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഞങ്ങൾ ഉച്ച കളിക്കാൻ പോവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഫുള്ള് വിദ്യാഭ്യാസമല്ല, പിന്നെ നമ്മള് ഫുള്ള് ഗ്രൗണ്ടിലുള്ള അഭ്യാസം എന്ന് പറഞ്ഞാൽ രാവിലെ സാറിൻ്റെ അവിടെ പോയി കോച്ച് ചെയ്യും, വൈകുന്നേരം ഞങ്ങൾക്ക് ഉണ്ടാവില്ല. വൈകുന്നേരം അവിടുത്തെ കോളേജ് പ്ലേയേഴ്സിനായിരിക്കും. പക്ഷേ ഒന്നെങ്കിൽ ഞങ്ങൾ അവിടെ പോയി വെറുതെ ബോള് തട്ടും, ഇല്ലെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സ് അവിടെ കളിക്കും. അത് ബൂട്ടിട്ടല്ല, മറ്റേ ബെയർ ഫൂട്ട്. അങ്ങനെയാണ് നമ്മളിപ്പോൾ കളിച്ച് വളർന്നത്. അല്ല, അപ്പം അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷെ പിന്നീട് നമുക്ക് കളിച്ച് തുടങ്ങുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഗോൾ അടിക്കുന്നു, നമ്മൾ ടോപ്പ് സ്കോറർ ആവുന്നു. അപ്പം നമ്മുടെ മനസ്സിൽ ആഗ്രഹം വരുമല്ലോ, ഇങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത ലെവലിലോട്ട് പോകാമല്ലോ. ആ ടൈമിലാണ്, കാരണം സാറിന് മനസ്സിലായി ഞങ്ങളുടെ ക്വാളിറ്റി ഉണ്ട്. ആ ടൈമിലാണ് ഞങ്ങളുടെ ഇതിന് വിടണം. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ സ്കൂള് ISL സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എല്ലാ സ്റ്റേറ്റ്സും എന്ന് പറഞ്ഞാൽ ISL ക്ലബ്ബ് അവിടെ നിന്ന് പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യും. എന്നിട്ട് അവിടുന്ന് റിലയൻസിലോട്ട്. ആ ടൈമിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് സെലക്ഷൻ കിട്ടി, സെക്കൻഡ് കിട്ടി, തേർഡ് സെലക്ഷൻ, ഫൈനൽ സെലക്ഷൻ നമ്മുടെ തൃശ്ശൂരാണ്, കോർപ്പറേഷൻ സ്റ്റേഡിയം. അവിടെ പോയി ഞങ്ങൾക്ക് കിട്ടിയില്ല, പോയി. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് 6 പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്ത്, അതിൽ ഞങ്ങൾ 2 പേര് ഉണ്ടായി. അതെന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്, സ്കോളർഷിപ്പ് പോലെ. അതാണ് ഫുട്ബോൾ സ്കൂളിലോട്ട് അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത്. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾ 6 പേരുണ്ടായി, 6 പ്ലേയേഴ്സ് വീക്കിലി, ശനി ഞായർ. ബാക്കി 4 പേര് എവിടെ? എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരാണ് അവിടെ നിന്ന് കയറി പോകുന്നത്. എന്നാണ് സ്വപ്നം കണ്ടു തുടങ്ങിയത്? കാരണം ഏത് കളിക്കുന്ന ആൾക്കും കളിക്കാൻ ആഗ്രഹമുള്ളൊരു ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അത് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് സ്വപ്നം കണ്ടു? അത് ശരിക്കും ഈ ഫസ്റ്റ് ഹോം മാച്ച് അല്ല, എന്തോ സെക്കൻഡ് ഹോം മാച്ചിൽ ആ ടൈമിൽ ടിക്കറ്റ് ഒന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ SH ഇവർ വന്നു, ബ്ലാസ്റ്റേഴ്സുകാർ. അപ്പോൾ അവിടെ അങ്ങനെ ചെറിയൊരു പോസ്റ്റിലോട്ട് അടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ അടിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ആർക്കും ഒരാൾക്ക് ടിക്കറ്റ് കൂടുതൽ കിട്ടി, ടിക്കറ്റ് തരുമല്ലോ. ആ ടൈമിലാണ് ഞാൻ ഇവനും എൻ്റെ ഇക്കാക്കയും എൻ്റെ ഒരു കസിൻ ഉണ്ടായി. അപ്പോൾ കല്ലൂരി പഠിക്കുക, ഞങ്ങൾ കളി കാണാൻ പോകണം. അപ്പോൾ ഫസ്റ്റ് ടൈം സ്റ്റേഡിയത്തിൽ പോകാം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഫീല് കിട്ടണം, നമുക്ക് ആ ഒച്ചയും. അപ്പൊ സച്ചിനായിരുന്നല്ലോ, സച്ചിന്റെ ഫാൻസും കൂടിയാണ് ഞങ്ങൾ. മുംബൈ ഇന്ത്യൻസ് അങ്ങനെയാണ് പോണത്. അപ്പോഴാണ് ശരിക്കും ഫുള്ള് മഞ്ഞ, നല്ല ഒരു ഫീല്. മനസ്സിലായി, കളിക്കുവാണെങ്കിൽ ആഗ്രഹം ഉണ്ടായി. ആ ടൈമിൽ ഞങ്ങൾ സ്കൂളിലുണ്ടായി. അല്ല, അപ്പോൾ ഇത് കണ്ടിട്ട് ഈ ഗ്രൗണ്ടിൽ വരുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, അതൊരു വല്ലാത്തൊരു എനർജിയാണ്. ഞാൻ വർഷങ്ങളായിട്ട് പോകുന്ന ഒരാളെ എനിക്കറിയാം. ആ ഗ്രൗണ്ടിലോട്ട് ചെന്ന് കഴിയുമ്പോൾ
നമുക്ക് തന്നെ നമ്മൾ വെറുതെ പറയല്ല നമ്മുടെ ഞരമ്പിൽ മഞ്ഞ രക്തം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടായോ? അതായത് ഒരു കൂടുതലൊരു മോട്ടിവേഷൻ, ഓക്കെ കളിക്കുവാണെങ്കിൽ അവിടെ നിന്നുള്ളൊരു മോട്ടിവേഷൻ നമ്മുടെ സ്റ്റേഡിയത്തിൽ കളിക്കുമ്പോൾ കളി കഴിഞ്ഞിട്ട് അത് കണ്ടു വന്നത് കളിക്കാൻ പറ്റില്ല അത് കണ്ടിട്ട് ഇല്ലില്ല, എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നും പുള്ളിയാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതൊന്നുമില്ല, എനിക്ക് ഫീൽ ആയിട്ടില്ല. കാരണം ആ ടൈമിൽ നമ്മൾ ആ ക്ലിക്ക് വന്നിട്ടില്ല, എത്തിയില്ല. പക്ഷെ എന്നാലും ഉണ്ട്, ഒന്ന് കളിക്കണം, ഫുട്ബോൾ പ്ലെയർ ആവണം എന്നായി. അല്ലാണ്ട് ആ ടൈമിൽ പവറായി നമുക്ക് ട്രെയിൻ ചെയ്യണോ അങ്ങനെ ഒന്നും ഫീൽ ആയിട്ടില്ല. എനിക്ക് അപ്പോഴും എനിക്ക് ആ ഫസ്റ്റ് ഞങ്ങൾ കളി കാണാൻ പോയി എന്ന് പറഞ്ഞില്ല ഇക്കാക്കൻ. അപ്പോൾ അപ്പോഴും എനിക്ക് ആ ഒരു കളിക്കണമെന്നുള്ള ഫീലൊന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഒരു 2 കൊല്ലമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പം ഞങ്ങൾ കൈ പിടിച്ച് പോണതായിരുന്നു. അവരുടെ പ്ലേയേഴ്സിന്റെ കൂടെ. അപ്പം വിനീതേട്ടനുണ്ടായി. അപ്പോൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇപ്പുറത്തെ സൈഡിലാണ് നിൽക്കണം. ഞാൻ വേറെ നോർത്ത് ഈസ്റ്റ് ആയിട്ട് എനിക്ക് ആ പ്ലെയറിനെ ഓർമ്മയുണ്ട്, കമാറ എന്ന് പറയണം. നല്ല ഹൈറ്റ് സൈസ്, രണ്ടുപേരും ഉണ്ട്. ഇവനാ ഞാൻ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സിന്റെ പാക്കേജ് ആണ്, എവിടെ ചെന്നാലും രണ്ടുപേരും ഉണ്ടല്ലേ. ഇവൻ നോർത്ത് ഈസ്റ്റിന്റെ ഒപ്പം. അപ്പൊ ബോൾ ബോയ്സിന് കുറച്ച് സൈസും ഹൈറ്റും ആണ്. ചെറുതാ, ഭയങ്കര ചെറുതാ. ഞങ്ങൾക്കപ്പൊ കൈ പിടിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വിനീതേട്ടൻ ഉണ്ടായി. അപ്പൊ എനിക്ക് വിനീതേട്ടനൊന്നും അറിയില്ലല്ലോ, ചെറുപ്പല്ലേ. അപ്പൊ ഞാൻ വിനീതേട്ടനോട് ഇങ്ങനെ ചോദിച്ച് മലയാളിയാണോ എന്ന് ചോദിച്ചപ്പോ അല്ലടാ ഞാൻ മലയാളി അല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആൾ തമാശ. അപ്പൊ അതിനുശേഷം അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു കളിക്ക് ബോൾ ബോയ് ആയി. അപ്പോഴാണ് എനിക്ക് ഈ ഒരു തുടങ്ങണത്. കളിക്കണം, കളിച്ച എന്തായിരിക്കും എന്നുള്ള ഒരു ഇത് എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞിട്ടാണ് എല്ലാം പഠിപ്പിച്ചിട്ടേ ഇതാക്കുള്ളൂ. എല്ലാ സ്റ്റെപ്പും എത്തിച്ചിട്ട് ഞങ്ങൾ അവിടെ എത്തിക്കുള്ളൂ. അപ്പൊ ആ ടൈമിൽ എനിക്കൊന്ന് കളിച്ചാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഇത് വന്നത്. ഇത് സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ നമ്മൾ ട്വിൻസിനെയൊക്കെ ഐഡന്റിക്കൽ ട്വിൻസ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ തന്നെ ഭയങ്കര കുറവേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സാധാരണ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിയിലൊക്കെ ചെന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഇത് ഒരുമിച്ച് ഒരേ പീരീഡിലാണോ രണ്ടുപേര് തീരുമാനിക്കുന്നത്? ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരേ വഴിക്ക് പോയി നിങ്ങൾ? അത് തന്നെ അവിടെ നിന്നുള്ള ഒരു ഇത്. അതോ ഒരുത്തം പോയ വഴിക്ക് എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് ഓർത്ത് മറ്റേ? അല്ല, ഞങ്ങള് ആ ടൈമിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ കളിക്കണം ആ ഒരു അതൊന്നും ഞങ്ങൾ വന്നിട്ടില്ല. ഞങ്ങളിങ്ങനെ ട്രെയിൻ ചെയ്യുന്നു. സാറ്റർഡേ സൺഡേ ആണ്, അവിടെ പോയി ട്രെയിൻ ചെയ്യും, തിരിച്ചു വരും, കളി കാണാൻ പോകും, കൈ പിടിക്കും. ആ ടൈമിൽ ഞങ്ങൾക്ക് ശരിക്കും കൈ പിടിക്കില്ല. പക്ഷേ ഞങ്ങളുടെ ആ സാറിനോട് എന്ന് പറഞ്ഞാൽ രോഹൻ സാറുണ്ട്, ഇപ്പം നമ്മുടെ അണ്ടർ 15 കോച്ചാ. അന്ന് സാറ് ഞങ്ങൾക്ക് ഇതെന്താ തരാത്തത് ഞങ്ങൾ ചോദിച്ചു. ഏത് ഈ മറ്റേ ബോള് പിടിക്കണ ബോൾ ബോയ് സംഭവം എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ ബോൾ ബോയ്ക്ക് എന്ന് പറഞ്ഞാൽ ഫുഡുണ്ട്, ഞങ്ങൾക്ക് ഫുഡില്ല. അല്ല, സംഭവം അതാണ്. അത് വലിയ കാര്യമാണ്, ഭക്ഷണത്തിന് വേണ്ടിയല്ലേ ഇതെല്ലാം. ആ ടൈമിൽ ഇതാക്കിയിട്ട് പോകും. ഇവർക്കാണെങ്കിൽ അടുത്തല്ലേ. ഞങ്ങളുടെ ആ കളി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഞങ്ങൾ അവിടെ ഇരുത്തും. പക്ഷെ ഇവരങ്ങനല്ല, ബോൾ ഗെയിം അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഒരു കളിയെങ്കിൽ ഒരു കളി ആക്കി തന്നു. പിന്നെ സാറ് ആക്കി തന്നു. അന്ന് ഞങ്ങൾക്ക് തോന്നുന്നു 80 എന്തോ കളിയായിരുന്നു. പക്ഷെ നന്നായിട്ടോ, അന്ന് നിങ്ങൾ അങ്ങനെ ചോദിച്ചു വന്നില്ലെങ്കിൽ ഇത്രയും ഇതില് ആ എക്സൈറ്റ്മെന്റ് വരത്തില്ല, കളിക്കാൻ തോന്നത്തില്ല. ഞങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റത്തില്ലല്ലോ. എല്ലാത്തിനും അതിന്റെ ഒരു സമയം ശരിയാണ്, അത് തരും. അപ്പൊ ഈ ലക്ഷദ്വീപിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. ലക്ഷദ്വീപിലെ രീതികൾ ഭയങ്കര വ്യത്യാസമാണ്, ഫ്രണ്ട്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, പുറത്തിറങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവാണ്. ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ കൊച്ചി, പ്രത്യേകിച്ച് കേരളത്തിൽ കൊച്ചിയിലോട്ട് വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. നമ്മുടെ ലൈഫിന് തന്നെ ഭയങ്കര ഡിഫറൻസാണ് വരണേ. ഈവൻ ദോ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വന്നെങ്കിൽ പോലും അതൊരു ഭയങ്കര ചേഞ്ച് അല്ലായിരുന്നോ കൊച്ചിയിലേക്ക്? നല്ലോണം. ഞങ്ങൾ മറ്റേ നാട്ടിൽ എന്ന് വെച്ചാൽ ഒരു കംഫർട്ട് സോണാണ്. ഇങ്ങോട്ട് വരുമ്പോഴേക്കും മര്യാദയ്ക്ക് മലയാളം പോലും അറിയില്ല. നിങ്ങളുടെ ഭാഷ ഡിഫറെൻ്റ് ആണ്. അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ല. കാരണം അത്രയും ബുദ്ധിമുട്ട് ഞങ്ങൾക്ക്. അവിടെ എന്ന് പറഞ്ഞാൽ മലയാളം പറയൂല, അവിടെ മൊത്തം ടീച്ചർമാരായിരുന്നു ഞങ്ങളുടെ ഭാഷ പറയും. പക്ഷെ ഇപ്പൊ മാറി, ജസ്സരി എന്ന് പറയണം. ഞങ്ങള് എൻ്റെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നൊരു കുട്ടിയുണ്ട്. അവള് അപ്പൊ വീട്ടിലോട്ട് ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം നമുക്ക് കുറെയൊക്കെ മനസ്സിലാവുന്നു. ശ്രദ്ധിച്ചിട്ട് കുറച്ച് മനസ്സിലാവും, ഒന്ന് ഭയങ്കര സ്പീഡിലും മിണ്ടുമായിരുന്നു. എനിക്ക് ഒരു സാധനം മനസ്സിലാവില്ലായിരുന്നു. അപ്പൊ എന്നിട്ട് ഇവിടെ വന്നിട്ട് എഴുതാനും വായിക്കാനും പഠിച്ചു. പിന്നെ മലയാളം എന്നുവെച്ചാൽ അവിടെ മലയാളം ഉണ്ടല്ലോ, സബ്ജക്റ്റ് ഉണ്ട്, അങ്ങനെ അറിയാനല്ലാണ്ട് ഇവന് മനസ്സിലായി പഠിക്കാനേ. പക്ഷെ നല്ല വൃത്തിയായിട്ട് പറയാനുണ്ടല്ലോ. അത് ഇതിന്റെ 10 വർഷമായാലും ഇപ്പൊ എല്ലാരും
എന്താണ് വീട്ടുകാരൊക്കെ മര്യാദക്ക് മലയാളം പറ, നീ കൊച്ചി ഭാഷയാണ് കൂടുതലും അവരിപ്പോ പറഞ്ഞതുള്ളൂ ഇന്റർവ്യൂല് വരുന്നപ്പോ ഉമ്മയും വാപ്പയും പറഞ്ഞു മര്യാദക്ക് പയ്യെ സംസാരിക്കണം. എല്ലാരും കാരണം ഞങ്ങളുടെ ആ ടൈമിലുള്ള ഫ്രണ്ട്സ് എല്ലാം ഈ ഫോട്ടോ കൊച്ചി, മട്ടാഞ്ചേരി, ഡെഫിനറ്റ്ലി കൊച്ചിയാണല്ലോ തേവര തേവര, ആ ഭാഷ തന്നെ വേറെയാണല്ലോ. ആ തീർച്ചയായിട്ടും. പക്ഷെ അപ്പൊ ഇപ്പൊ എത്ര ലാംഗ്വേജ് സംസാരിക്കാറായി? ഹിന്ദി പറ്റും, ഹിന്ദി ഇംഗ്ലീഷ് അറിയില്ല. ഹിന്ദി നല്ല ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് ഇപ്പൊ പ്ലേസ് ആയാലും ഹിന്ദി സംസാരിച്ച പറയും ഓക്കെ ബൈ. നമുക്കൊരു പൊതുവെ ഒരു ധാരണയുണ്ട് ഫുട്ബോൾ പ്ലേയേഴ്സ് വരുമ്പോൾ അവരുടെ കോമൺ ലാംഗ്വേജ് ഹിന്ദിയാന്നുള്ളത്. ഇവരൊക്കെ പറയുന്നത് ഹിന്ദി സിമ്പിളാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. സമയമുണ്ടോ? നമ്മള് ലക്ഷദ്വീപിൽ നിന്ന് ഇവിടെ വന്നിട്ട് പുല്ലുപോലെ മലയാളം പഠിച്ചെങ്കിൽ അടുത്ത കുറച്ച് വർഷങ്ങളുടെ ഉള്ളിൽ ഹിന്ദി നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട് പറയും. ഇനി ലക്ഷദ്വീപിൽ നിന്ന് വരുമ്പോഴത്തെ ഒരു മാറ്റം ഫുഡ്, അതായത് ഓരോ നാടിനും ഓരോ പ്രത്യേകത ഉണ്ടല്ലോ. നിങ്ങൾക്ക് എങ്ങനെയാ അത് ഭയങ്കര ഡിഫറെന്റ്? പക്ഷെ ഉമ്മ ഉണ്ടാവില്ല, വീട്ടിലെ സെയിം ഫുഡാണ് ഉണ്ടാക്കണം. പക്ഷെ ആ ടൈമിൽ ഉച്ചഭക്ഷണം ഈ ഫ്രണ്ട്സുകാർ കഴിക്കണം എന്ന് പറഞ്ഞാൽ അവർ ചോറും ഈ എന്തെങ്കിലും ഉപ്പേരി മീനൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു ടൈമിൽ ഞാൻ കഴിച്ചു പറ്റുള്ള ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ചോറിനൊപ്പം എന്തായാലും കറി വേണം, മീൻ വേണം, എന്തെങ്കിലും നോൺ വെജ് വേണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് റെഡി ആവില്ല. പിന്നെ ഞങ്ങളുടെ ആ ടൈമിൽ ഞാൻ ഇപ്പൊ നിർത്തി, ഒരു നീർ എന്ന സാധനമുണ്ട്, മീൻ നീർന്ന് നല്ല കറിയാണ്, പക്ഷെ ഇത് റെഡ് കളർ. ആ ടൈമിലൊന്നും എനിക്കിത് കിട്ടിയില്ലെങ്കിൽ കഴിക്കൂല, ഇറങ്ങൂല. മീൻ നീർ, അത് തേങ്ങാച്ചോറ്. പിന്നെ ഒക്ടോബസില്ലേ അത് സെയിം ഇളനീ, പക്ഷെ ഇളനീരുന്ന് ഈ തേങ്ങാപ്പാൽ മീൻ നീരിന്റെ സെയിം ഇതിൽ തന്നെ മീൻ പകരം ഒക്ടോബസ്, അതും തേങ്ങാച്ചോറ്. തേങ്ങാച്ചോറ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? വെന്തു തന്നെ ഫുള്ളായിട്ട് കുറച്ച് വെള്ളം പോലെ, അതും ഇതും ഒക്കെ കൂടി ചേർത്തിട്ട് ഒരു. പക്ഷെ ഉമ്മ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഫ്രഷ് ആയിട്ടാ പിടിക്കണം. മീൻ നിങ്ങൾക്ക് പ്രശ്നമായിരിക്കുമല്ലോ, അത്രയും നല്ല മീൻ അടുത്ത് തന്നെ. അത് ഞങ്ങളുടെ ഉമ്മമാരൊക്കെ ഇതിന്റെ എക്സ്പേർട്ടാ, അവർ തന്നെ കുത്തിയിട്ട് വരും, കഴുകും, ഉണ്ടാക്കും. നിങ്ങൾ മീൻ പിടിക്കോ? ഞാൻ മീൻ പിടിക്കാൻ രണ്ടുപേരും ഇല്ല. എന്തുവാടോ നാട്ടിൽ ജീവിച്ച അവർക്ക് ഉമ്മയ്ക്ക് എല്ലാം അറിയാം. പക്ഷെ എനിക്ക് ശ്രമിച്ചു നോക്കി എന്തെങ്കിലും മീൻ പിടിക്കാൻ. അതിനൊരു ടെക്നിക്ക് എനിക്കറിയില്ല. പഠിക്കാൻ ശ്രമിച്ചോന്ന് വെച്ചാൽ കളിയുടെ ഇടയിൽ സമയം കിട്ടിയില്ല. അല്ല, നമുക്കിങ്ങനെ ഒരു ഇതൊക്കെ ഇടുമല്ലോ അമ്മ, വല, അതൊക്കെ കുറെ നോക്കി, പക്ഷെ നമുക്ക് പറ്റുള്ളൂ. അത് കുറെ നന്നായിട്ടോ, നമുക്ക് ഈ വഴി കുറച്ചുകൂടെ നന്നായിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. ഇനി ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് അസ് ഫാൻസ് ഞങ്ങൾ നോക്കിക്കഴിയുമ്പോൾ അതൊരു ഭയങ്കര പകിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ ഏതിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻസ് കാണുമല്ലോ, ഈ ക്ലബ്ബ് ഇങ്ങനെയായിരിക്കും, പ്ലെയേഴ്സ് ഇങ്ങനെയായിരിക്കും എന്നൊക്കെ. അപ്പം ബ്ലാസ്റ്റേഴ്സിലോട്ട് ചെല്ലുന്നതിന് മുന്നേ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നോ? ക്ലബ്ബ് എങ്ങനെയായിരിക്കും, ആൾക്കാർ എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും അതിലോട്ട് വന്ന അത് ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടൈമിൽ ബാർസിലോണ അതുപോലെ തന്നെയാണ് ക്ലബ്ബ്. ആ ടൈമിൽ എങ്ങനെയായിരിക്കും അതിൽ കയറുക, ട്രെയിനിങ് എങ്ങനെയാ, അതുകൊണ്ട് ട്രെയിനിങ് വീഡിയോസ് കാണും. പിന്നെ ഡെയിലി അവരുടെ ഡേ ഇൻ ദ ലൈഫും അതൊക്കെ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ അവർ ആ ടൈമിൽ ബസ് ഇറങ്ങി വരാ. പിന്നെ അതാണല്ലോ നമ്മൾ നമുക്ക് ഇതുപോലെ ആവണം അവരിത് വന്ന്. പിന്നെ അതുപോലെ ആ ടൈമിൽ ഓസു പ്ലെയർ ഉണ്ടായി, പുള്ളിനെ ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക്. എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കളി ഭയങ്കര പുള്ളീൻ്റെ ഒപ്പം കളിക്കണം, അതൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായി ഞങ്ങൾക്ക്. ആ ടൈമിലാണെന്ന് പറഞ്ഞാൽ ഇവർ വരും, 2 പ്ലേയേഴ്സൊക്കെ ഞങ്ങളുടെ ഇവിടെ അക്കാഡമിയിൽ വരും, വന്ന് ട്രെയിൻ എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ വരുമല്ലോ എല്ലാ അക്കാഡമിയിലോട്ടും. ഇവർക്ക് അംബേദ്കർ സ്റ്റേഡിയത്തായിരുന്നു ട്രെയിനിങ്. അപ്പം ഞങ്ങൾ അവിടെ ചെയ്തുകൊണ്ട് നിൽക്കുക. അപ്പം ഞങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവർ വരാ, ശനി ഞായറും. അപ്പൊ ഞങ്ങളെന്ന് വെച്ചാല് നേരത്തെയാന്ന് തോന്നണില്ലേ, രാവിലെ 6:30 തുടങ്ങും. ഓ നല്ല കഷ്ടപ്പാടാണ്. പക്ഷെ ഞങ്ങൾക്ക് ആ ടൈമിൽ ഭയങ്കര സുഖം, ഈ ട്രെയിൻ ചെയ്യണം, നമ്മുടെ മനസ്സിൽ വിചാരം ഇതാണ്. ഇതൊന്നും അറിയില്ലല്ലോ, ഈ ISL കഴിക്കണോ ആ ഒരു ഇതില്ല. ഇത് നമുക്ക് ഇപ്പോഴും കളിക്കാൻ എൻജോയ് ആ ഒരു ഇത്. ആ ടൈമിൽ ഒരു കോച്ച് ടെറി ഫെലൻ ഉണ്ടായി, ആളൊപ്പം ട്രെയിൻ ചെയ്യാ. അപ്പൊ രാവിലെ മാഞ്ചസ്റ്റർ സിറ്റി അയർലാൻഡ് ടീമിലൊക്കെ കളിച്ചിട്ട് വന്നേക്കാ. അപ്പൊ അയാളിങ്ങനെ നിനക്ക് ഞങ്ങൾ കൊണ്ടുപോകാ പറയുമ്പോ ആളൊന്ന് പവറാക്കാൻ പറയാനാണെങ്കിൽ നമ്മുടെ വിചാരം നല്ലോണം കളിച്ചാല് ചിലപ്പോ കൊണ്ടുപോയി. നല്ലതല്ലേ, മോട്ടിവേറ്റഡ് ആയി. അതിൽ നിന്നാണ്
നമ്മൾ ബ്ലാസ്റ്റേഴ്സിലോട്ട് എത്തുന്നത്. എത്തിക്കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു, അതായത് അവിടെ നിന്ന് ദൂരെ നിന്ന് കാണുന്നത് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അൽഹംദുലില്ലാ. അത് കഴിയുമ്പോഴത്തെ വ്യത്യാസം വന്ന ഉടനെ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പൊതുവെ അവിടെ നിന്നുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. ഈ ഇതിൽ കാരണം ഞങ്ങൾ റിസർവ് ഞങ്ങളിങ്ങനെ കളിച്ചിട്ട് ഞങ്ങളെന്തോ ഏതൊരു കൊല്ലം ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ കോൺട്രാക്ട് തീർന്ന് കോവിഡ് വന്ന ടൈമില്ലേ ഞങ്ങളുടെ കോൺട്രാക്ട് ടൈമിൽ ഞങ്ങൾ അണ്ടർ 18 റിസർവ് ടീം അണ്ടർ 18 പ്രൊമോട്ട് ചെയ്ത്. പക്ഷെ അണ്ടർ 18 റിസർവ് ഒന്നിച്ചാ ട്രെയിൻ ചെയ്യണം. ഞങ്ങൾക്ക് ട്രെയിനിങ് ഒന്നുമില്ല. ഞങ്ങൾ വരും റൗണ്ട് കളിക്കും, ബെഞ്ചിൽ പോയിരിക്കും, ചോദിച്ചാ പറയും നീയൊക്കെ ചെറുതാ. കാരണം അങ്ങനെയാണല്ലോ ചാൻസ് റിസർവ് വലിയ പ്ലേയേഴ്സിന് കൊടുക്കണം ആ ടൈം. കാരണം ഞങ്ങള് അവർക്ക് അറിയാം ചിലപ്പോ ഒരു പ്രൊമോഷൻ ആ ടൈമില് സ്പോർട്ട് ഹുഡ് നമ്മുടെ ഈ ഒരു ഇവിടെ ബാംഗ്ലൂരിലെ ഒരു ഡിവിഷനിലോട്ട് നിങ്ങൾ ഇത് കളിക്കാൻ ലോണിലോട്ട് പൊക്കോന്ന് പറഞ്ഞ് ഓൾമോസ്റ്റ് ആവുന്ന ടൈമിലാണ് കോവിഡ് എല്ലാം നിർത്തി. വ്യത്യാസം അടുത്ത വർഷം നോക്കുന്നത് പിന്നെ റിസർവില് ഞങ്ങൾ ഏകദേശം കോൺട്രാക്ട് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോയിക്കോ എന്ന് വെച്ചാൽ മനസ്സിലായി. എങ്ങോട്ട് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങനെ ആ ടൈമില് ഞങ്ങൾ U18 ഒരു ടൂർണമെന്റും ഇല്ല. ഉള്ളതെന്ന് പറഞ്ഞാൽ ഐ ലീഗ, അത് ഏറ്റവും എൻഡാണ് നമ്മുടെ. ആ ടൈമിൽ കോവിഡ് വന്ന് അത് നിർത്തി. പിന്നെ നോക്കുന്നപ്പോൾ നെക്സ്റ്റ് ഇയർ നോക്കുമ്പോൾ ഒരു തോമ കോച്ച് ആള് പറഞ്ഞ് റിസർവിലോട്ട്. ഞങ്ങൾ പിന്നെ റിസർവിൽ ആള് അതെങ്ങനെ എടുത്താന്ന് വെച്ചാല് ഒരു മാനേജർ ഉണ്ടായി റാസിക്ക. അപ്പൊ ഞങ്ങളിവിടെ കൊച്ചിയിലെ കുറെ പ്ലേയേഴ്സ്, നിഹാലി പിന്നെ വേറെ അങ്ങനെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക റിസർവ് ടീമിന്റെ. അപ്പൊ അവര് പറഞ്ഞ് ഒരു ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ ഒരു ടീമിനെ വേണം. അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഞങ്ങൾ 11 പേര് കളിക്കാൻ പോയി. നിങ്ങൾ തന്നെയാണോ ടീം? എന്താ പറയാ ഓഫ് സീസണിൽ ഞങ്ങളായിരിക്കും കോച്ച്. അപ്പൊ നിഹാലും ഞാൻ ഇവനും പിന്നെ കുറെ ഫ്രണ്ട്സ് അബൂദി എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാർ അങ്ങനെ ആൾക്ക് സെലക്ഷൻ വേറെ പ്ലേയേഴ്സാ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കളി ആൾക്ക് ഇഷ്ടപ്പെട്ടു, തോമ കോച്ചിന്. അപ്പൊ ആള് പറഞ്ഞു നാളെ ഒരു സെലക്ഷൻ ഉണ്ട്, നാളെ വരാൻ പറഞ്ഞു. പക്ഷെ ആ ടൈമിൽ ഞങ്ങൾ ഉണ്ട്, ബ്ലാസ്റ്റേഴ്സിലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കോൺട്രാക്ട് എത്തിയിട്ടില്ല. അപ്പൊ കോച്ച് പറഞ്ഞു അവരെ നാളെയും അവരോട് വരാൻ പറഞ്ഞു. അപ്പൊ നാളെ ഞങ്ങൾ അവരിപ്പം കളിച്ചപ്പോൾ പറഞ്ഞു ഇല്ല എനിക്ക് ഇവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇവരെ ടീമിലോട്ട്. അങ്ങനെ റിസർവിൽ വന്ന് 2 കൊല്ലം റിസർവിൽ കളിച്ച് 2ാമത്തെ കൊല്ലം തന്നെ ഞങ്ങൾ ഇവാൻ കോച്ച് ഇൻവൈറ്റ് ചെയ്യും. എനിക്ക് സംശയമുണ്ട്, രണ്ടുപേരിൽ ഒരാളെ കണ്ടിട്ട് മനസ്സിലാവാഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അല്ല അന്ന് ഇവാൻ കോച്ച് ആദ്യമായിട്ട് ഞങ്ങൾ വിളിക്കണമെന്ന് പറഞ്ഞാൽ ഡൂറൻ കപ്പ് കളിച്ച് കഴിഞ്ഞിട്ട് ഈ സാഹലിക്ക് ഇവരൊക്കെ ഇന്ത്യൻ അപ്പൊ ഞങ്ങൾ വിളിച്ച് രണ്ടുപേര് സീനിയർ ടീം. ടൈമിംഗ് കറക്റ്റ് ആയിരുന്നല്ലേ? പക്ഷെ ആ ടൈമിൽ അതാണ് നല്ല ടെൻഷൻ. ലൂണ ദിമി ലൂണയൊക്കെ നമ്മള് കളി കണ്ടിട്ട് ആ ഒരു ഇതിൽ ഉച്ചക്ക് ഉറങ്ങാൻ പറ്റൂല, പേടിച്ചിട്ട് നമുക്ക് ട്രെയിനിങ്ങിൽ നമുക്ക് ഈ ലൂണ ലെസ്കോയിച്ചിനൊക്കെ നമ്മ ടിവിയിലല്ലേ കാണുന്ന. അപ്പൊ അവരൊപ്പം ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞ തമാശ ആണ്. ഭയങ്കര ടെൻഷനും ബോൾ മിസ്സാവുള്ള ഒരു ഇതിന് എന്ന് പറഞ്ഞാ ആ ഒരു ഇതുണ്ട്, സന്തോഷമുണ്ട്, അതിലൊപ്പം ടെൻഷൻ എല്ലാം ഇഷ്ടപ്പെടുവോ നമ്മളെ ട്രെയിനിങ് ഒരുപാട് അതാണ് ഏറ്റവും ടെൻഷൻ. നമുക്ക് പ്രൂവ് ചെയ്യണം, കോച്ചിന് ഇഷ്ടപ്പെട്ടാലും നമുക്ക് അവിടെ നിന്ന് കോൺട്രാക്ട് തരുമല്ലോ. അപ്പോൾ പ്രൂവ് ചെയ്യണം. ഓരോ ട്രെയിനിങ്ങും അവസാന ട്രെയിനിങ് പോലെയാണ് നമ്മൾ ഓരോരുത്തരും പോണേ. ഒരു കാര്യം നല്ലതാണ് പ്രഷർ തന്നെ. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഫുൾ ഇടാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കംഫർട്ട് സോണല്ല, എന്തായാലും എന്നെ ഇറക്കും. ഒരു പേടിയിലാണ് നമ്മൾ ഇത്രയും കാലം വന്നത്. പുറത്തുനിന്ന് കണ്ടാൽ തോന്നൂല, ഭയങ്കര കൂളായിട്ട് ഞങ്ങൾക്ക് തോന്നി. ഈ ചിരി മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെയല്ല, അതിന് പിന്നെ കുറച്ച് ടെൻഷനും ഉണ്ടായിരുന്നു. പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് കുറെ ഡൗട്ടിങ് മൂവ്മെന്റ് ഉണ്ട്. പക്ഷെ അത് ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്യേണ്ടത്. കാരണം അങ്ങനെ വന്നാൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്തു, നമ്മൾ അവിടെ നിന്ന് കയറി കോൺട്രാക്റ്റിലോട്ട് എത്തി. ഇപ്പം എന്താ ഫീലിങ്? ഇപ്പം എന്താ പറയാ, ഭയങ്കര സന്തോഷം. ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഉമ്മാക്കും പാപ്പാക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിൽ കളിക്കണമെന്ന്. ഇപ്പൊ അവരിപ്പോ പുറത്തു പോകുമ്പോഴും ഇത് ബ്ലാസ്റ്റേഴ്സ് കളിക്കണ ഇമ്രാൻ സാറിന്റെ പാരന്റ്സ് ആണല്ലോ, അവർക്കൊരു പ്രൗഡ് മൂവ്മെന്റ് ആണല്ലോ ആ ടൈമിൽ. അപ്പോൾ ഞങ്ങൾ ഈവൻ ഫസ്റ്റ് കളി കളിച്ച് ഭയങ്കര സന്തോഷമായി. പക്ഷെ എന്നാലും അവർക്ക് സങ്കടമുണ്ട്, കാരണം ഞാൻ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ ഒഡീഷയായിട്ട് ഞങ്ങൾ രണ്ടും ഒന്നിച്ചിറങ്ങി. അപ്പോൾ ഭയങ്കര ഹാപ്പി. വീട്ടിൽ പോയപ്പോൾ ഭയങ്കര ഹാപ്പി.
മോട്ടിവേറ്റ് ആയി. കാരണം സന്തോഷമായി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഡ്രീം ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എത്തി എന്നുള്ളൊരു ഫീൽ ഞങ്ങൾക്ക് വന്നു ആ ടൈമിൽ. ഭയങ്കര ഇമോഷണലും എല്ലാം ഭയങ്കര ഹാപ്പി മേലൊക്കെ. വീട് ഇപ്പോൾ ഭയങ്കര രസമുള്ള സ്ഥലമാണ്. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. റാപ്പിഡ് ഫയർ ആണ്, പെട്ടെന്ന് പറയണം. വീടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രത്യേകം. ആദ്യം ജനിച്ചതാരാ? ഞാൻ 5 മിനിറ്റിന്റെ ഡിഫറൻസ് ആണ്. ചേട്ടൻ വന്നാലും അതങ്ങനെയാ 3-5 1-5 ഇവിടെ ചോദിച്ചു വെക്കണ്ടേ, ആവശ്യം വരും. ഇനി 1-5 ആയിരിക്കാം. അതിവിടെയാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് കാലിക്കറ്റിലാണ്. ഞാൻ ആദ്യം അവിടെ വളർന്ന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ ഞാൻ അവിടെ പഠിച്ച്. അപ്പൊ നിങ്ങൾ പല സ്ഥലത്ത് കറങ്ങിയിട്ടാണ് കൊച്ചിയിലോട്ട് കോഴിക്കോട് കൊച്ചിയാണ് മെയിൻ, പിന്നെ തിരുവനന്തപുരത്തെ റിസർവ് അതിന് വേണ്ടിയിട്ട് പോയത്. കൂടുതൽ സംസാരിക്കുന്നത് ആരാ? കൂടുതൽ ഇവനാ സംസാരിക്കും. ഇല്ല, ഞാൻ സംസാരിക്കണ്ട. ഞാൻ കുറച്ച് സൈലന്റ് ആണ് എല്ലാരും പറയണേ. എനിക്ക് എല്ലാം ഇങ്ങനെ ഫുള്ള് സംസാരിക്കാം, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കാം. ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. കേക്ക് നിങ്ങളാണ് കൂടുതൽ സംസാരിക്കണേന്ന്. ഞാനാ ഞാൻ ഓവറായിട്ടൊന്നും സംസാരിക്കണം ഇല്ല. കണ്ട അപ്പൊ പറഞ്ഞു കഴിഞ്ഞു. സമാധാന പ്രിയൻ ആരാണ്? എനിക്ക് ശാന്തി എനിക്കിങ്ങനെ ഭയങ്കര ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണം, അതൊരു ഭയങ്കര ഫീലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ കൂട്ടം കൂടി സംസാരം അങ്ങനെ ഒന്നും ഇങ്ങനെ എൻ്റെ ഒരു ഇതായിട്ട് ഇങ്ങനെ. രണ്ടുപേരും സമാധാന പ്രിയരാണ്. അപ്പൊ വഴക്കുണ്ടാക്കുന്ന ആരാണ്? ഞാൻ തുടങ്ങും. ഓഹോ. സംഭവം എന്താന്ന് വെച്ചാല് ഇവൻ മൂത്തതായതുകൊണ്ടാവാൻ കുറച്ച് ഇവൻ പറയണതാണ് ശരി എന്നൊരു വിചാരം. അത് നമ്മൾ ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷെ അത് എല്ലാ കാര്യത്തും ചില സമയത്ത് എന്റെ ഭാഗത്തായിരിക്കും ശരി. അപ്പൊ എന്ത് ചെയ്യണം? അത് ഇവനല്ലേ പറയണ, വേറെ ആരും പറയണണ്ട. അതൊരു വലിയ പോയിന്റ് ആണോ? നമുക്ക് എപ്പോഴും നമ്മൾ ചെയ്യണ ശരിയാന്ന് തോന്നും. അല്ല, അത് വീട്ടുകാർ ഒന്നാമത് ഇവൻ കുറച്ച് ഇതാന്ന് വിചാരിച്ചു ചിലപ്പോ വിട്ടുകൊടുക്കണായിരിക്കും, പാവന്ന് വിചാരിച്ചു, ചെറുതാന്ന്. പക്ഷെ ഞാൻ ചെയ്യണം, എനിക്ക് നല്ല ഉറപ്പാണ്. കണ്ടോ, പുള്ളിക്ക് ഉറപ്പാണ്, മനസ്സിലാവാഞ്ഞിട്ടാണ് ഇവന്. ഇനി ഫീൽഡിലേക്ക് വരുമ്പോ അഗ്രസീവ് ആരാണ് കൂടുതൽ? ഫീൽഡിലാണ് ഞാൻ സമാധാനം കേട്ടോ. ഞാൻ എൻ്റെതായ ഒരു കളിയുണ്ട് എനിക്ക് ഈ ഒച്ച ഉണ്ടാക്കി കളിക്കണതോ ഇങ്ങനെ ഒച്ച അതൊന്നുമല്ല എനിക്കിങ്ങനെ. ഞാൻ പണ്ടേ മുതൽ നെയ്മർ ഫാനാ. നെയ്മറിന്റെ കളി അതേപോലെ കളിക്കണം. എനിക്ക് പണ്ട് ഞാൻ റിസർവിലൊക്കെ കളിക്കുമ്പോൾ എനിക്ക് ഗോൾ അടിക്കണമെന്നുണ്ടായില്ല. എനിക്ക് 3 വലിക്കണം, ഒരു റെയിൻബോ ഇടണം, സ്കിൽസ് കാണിക്കണം, ആ ഒരു ഇതായിരുന്നു. പിന്നെയാണ് എൻ്റെ ഈ കോച്ച് കോച്ച് ആളാണ് എന്നെ ഇതിലോട്ട് മാറ്റിയത്. ആള് പറഞ്ഞ് ഇതൊക്കെ നല്ലതാണ്, പക്ഷെ അറ്റ് ലാസ്റ്റ് നമ്പേഴ്സാണ് എല്ലാവരും ചോദിക്കുക സീസൺ എൻഡിങ്ങിൽ. നീ എത്ര ഗോൾ അടിച്ച്, അതിൻ്റെ കൂടെ ഈ സാധനം കൂടി ഉണ്ടാവുമ്പോൾ നീ കുറച്ചും കൂടി മുകളിലോട്ട് പോകും. ഇത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് സമാധാനത്തിൽ നിന്ന് മാറി. പിന്നെ പിന്നെ ഇവാൻ കോച്ചിനാണെങ്കിൽ ആൾക്ക് നല്ല അഗ്രസീവ് ആണ്. പിന്നെ അങ്ങനെ കുറച്ച് മാറിയതാ. പക്ഷെ എനിക്ക് ഏറ്റവും എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒച്ചയൊന്നും ഉണ്ടാക്കൂല, സമാധാനപ്രിയൻ. ബോള് തന്നാ വലിക്കും ആരായാലും. എനിക്ക് കുറച്ച് അഗ്രസീവ് ആവണം. ശ്രദ്ധിച്ചിരിക്കണു, നമുക്ക് കാണാലോ. ഇവൻ വന്നിട്ട് എന്നോട് പറയും നീ കുറച്ച് അഗ്രസീവ് ആവണം, അങ്ങനെ ആവണം, കുത്തല്ല. ഇടക്ക് ഭയങ്കര നമുക്ക് തോന്നുമല്ലോ, അപ്പൊ ഞാൻ അങ്ങനെ പറയും ഇങ്ങനെയല്ല, നമുക്ക് കുറച്ച് ചേഞ്ച് ചെയ്യണം. പക്ഷേ കാരണം ഇപ്പൊ ഒരാള് വന്ന് നമ്മൾ ഇടിച്ചാ എന്നെ വന്ന് ഇടിച്ചോന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും നമ്മള്? അല്ല, അങ്ങനെ ഇതിപ്പോ ആരാ ഇപ്പൊ ഒരാൾ ഇടിക്കാൻ ഞാൻ ഇവനോട് പറഞ്ഞെന്താ ഗാന്ധി മുമ്പിൽ കാണപ്പോ നമുക്ക് തോന്നണം ഇവൻ ഇടിക്കാൻ ഞാൻ തിരിച്ചിടിക്കും, നമുക്ക് ആ ഒരു ഫീല് വേണം. അതാ ഞാൻ പറയണം അവനോട്. ഒരുപോലെ ഇരിക്കണം, നന്നായി. പുള്ളിയാന്നോർത്ത് അടുത്ത പോലും ആള് വരില്ല, തിരിച്ചു കൊടുക്കും. ഇവൻ അങ്ങനത്തെ ഒരു ടൈപ്പാ, ഇടിക്കണം എന്നുള്ള. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഭയങ്കര അഗ്രസീവ്, പക്ഷേ അതിൻ്റെ ഒപ്പം ബോൾ ഷാവി കളിക്കണം, അങ്ങനെയൊക്കെ ഭയങ്കര. ഉത്തരങ്ങൾ എന്തായാലും എൻ്റെ അഗ്രസീവ്നെസ്സിൻ്റെയും ആ ഒരു സമാധാനത്തിന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. നോക്കിയും കണ്ട് ഞാൻ അങ്ങനെയല്ല, എനിക്കത് ഭയങ്കര ചെയ്തിട്ടാണ് ചിന്ത. എല്ലാം എനിക്കാണെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് ഇതാണ്. ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ കുറച്ചും കൂടിയും അത് പെട്ടെന്ന് റീഡ് ചെയ്യും. അപ്പം ഞാൻ ചിന്തിച്ചിട്ടല്ല, പ്രവർത്തിച്ചിട്ടാണ് ചിന്തിക്കാറുള്ളത്. തളർന്ന് പെട്ടെന്ന് റീഡൊന്നും ചെയ്യുമൊന്നുമില്ല. അത് നമ്മളിപ്പോൾ പറയാം അതങ്ങനെ ആവും, അങ്ങനെ അല്ലാണ്ട് പെട്ടെന്ന് അങ്ങനെയൊന്നുമില്ല. അത് വെറുതെ പറയണതാണ്. ഓക്കെ, കണ്ട കള്ളം പറയുന്നില്ലെന്ന് സംശയമുള്ളത്. കൂടുതൽ അനുസരണ ആർക്കാണ്?
രണ്ടുപേർക്കും ഇല്ല ഇല്ല ഓണസ്റ്റി ഞാൻ അല്ല പാരൻസ് പറയുന്നല്ല ഇതാക്കും, അതാരാ കൂടുതൽ കേൾക്കുക? രണ്ടുപേരും കേൾക്കും. അസറിനെ കണ്ടിട്ട് എനിക്ക് അല്ല അല്ല ഞാൻ കേൾക്കും, ഉറപ്പ് കേൾക്കും, അനുസരിക്കും. ഭയങ്കര രണ്ടാളോ? പേടിയാ. വാപ്പ ഭയങ്കര സീനാണ്, വാപ്പ പേടിയാണ്. അതുകൊണ്ട് പേടിയാണ്. അപ്പോൾ വാപ്പയാണ് പേടി. വാപ്പേനും പിന്നെ മൂത്തേക്കാക്കന്. ആ രണ്ട് പേടി വീട്ടിലോ? അത് അടിപൊളിയാണ്. മൂത്തേക്കാക്ക ഭയങ്കര ഇതാ, എനിക്ക് ഭയങ്കര മൂത്തേക്കാക്കനെ ഞങ്ങൾ ഏകദേശം ഒരു വാപ്പയെ പോലെ കണ്ടു. അപ്പൊ ആള് ഭയങ്കര അറ്റിക്കാക്ക ഫ്രണ്ട്ലി ഇടിച്ച് എന്ത് വേണമെങ്കിൽ പോയി പറയാം. അപ്പൊ അനുസരണ രണ്ടുപേർക്കും ഉണ്ടെന്നാണ് പറയണത്. ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വീട്ടിലെ ഫേവറേറ്റ് ആരാണ് നിങ്ങൾ രണ്ടുപേരിലും? രണ്ടുപേരും അങ്ങനെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എന്നാലും കുസൃതി കൂടുതലുള്ള ആള് കാണുമല്ലോ. ഇല്ല, അങ്ങനൊന്നും ഇല്ല. അങ്ങനെ പ്രശ്നമില്ല. സെയ്സ് 6-ാം മാസം ടെറസിന്റെ മുകളിൽ നിന്ന് നീന്തി താഴെ വീണ ഇല്ല, അതൊന്നും നോക്കൂല. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഉമ്മ ഒന്ന് സോൾവ് ചെയ്യും. ആ അതങ്ങനെയാണല്ലോ, എല്ലാ ഉമ്മമാരും അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പൊ അതവിടെ കിട്ടി. മറ്റുള്ളവരെ പെട്ടെന്ന് മനസ്സിലാവുന്നത് ആർക്കാണ്? അതായത് അവൻ പണി തരും, രണ്ടുപേർക്കും ഉണ്ട്, പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഒരിക്കലും ആരുടെയും അടുത്തുനിന്ന് ഒരു പണി മേടിച്ചിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. പണി മീൻസ് ഇടിയല്ല, എന്തെങ്കിലും ചതി, വഞ്ചന, അങ്ങനത്തെ പറ്റിക്കുക, അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല. ഇല്ല. സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ ടൈമിൽ ഈ പ്രേമം സിനിമ ഒക്കെ ഇറങ്ങിയ ടൈം നമുക്ക് അറിയാലോ. പിന്നെ ഞങ്ങളുടെ ഞങ്ങളിപ്പോ ഡിവിഷനായിരിക്കും, ഇടി ഉണ്ടാക്കും. ഡസ്റ്ററിന് വേണ്ടി, ബെഞ്ചിന് അതൊക്കെയാണ് മെയിൻ. നിങ്ങൾ 2 ഡിവിഷനിലായിരുന്നോ? അല്ലല്ല, ഞങ്ങളും ഒപ്പം ഒരുമിച്ചൊരു ഗ്യാങ് ആയിട്ട് ക്ലാസ്സിൽ നിന്ന് തന്നെ ഇറങ്ങാം. ആ ടൈമിൽ അതാ പ്രേമം കണ്ട് ഓണത്തിന് മറ്റേ കറുത്ത ഷർട്ടും മറ്റേ ഇടണം. നല്ല കളർഫുൾ ലൈഫായിരുന്നു സ്കൂളിൽ പഠിച്ച സമയത്ത്. നന്നായി ആസ്വദിച്ചിട്ടാണ്. ആദ്യമൊക്കെ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടോ ഞങ്ങള് വന്ന സമയത്ത്. ലാംഗ്വേജ് അല്ലല്ല, ഞങ്ങള് ക്ലാസ്സിൽ ഞങ്ങളെന്താണ് കുറച്ച് ഒറ്റപ്പെടുത്തണ പ്രശ്നം. കാരണം ലക്ഷദ്വീപ് തന്നെയാണ്. അപ്പൊ കുറച്ച് ചെക്കന്മാര് ഇവന്മാരാണെങ്കിൽ നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ സാറിനോട് പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്കാ, ഞാൻ ഇവന് മാത്രമേ ഞങ്ങൾക്ക് തമ്മിലേ അറിയുള്ളൂ. അപ്പൊ ഞങ്ങളൊരു സൈഡിൽ പോയി ഇരിക്കും, ഇവര് വന്നിട്ട്. അപ്പൊ ഞങ്ങൾ SH പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ പണ്ടേ മുതൽ തന്നെ ഇങ്ങനെ ഉണ്ട്, ഫുട്ബോളേഴ്സ് കുറച്ച് പ്രശ്നക്കാരാന്നുള്ള ചിന്ത. അപ്പൊ ഞങ്ങളുടെ കുറച്ച് സീനിയേഴ്സ് ഉണ്ട്. ഞങ്ങൾ 5ൽ പഠിക്കുമ്പോൾ ഇവര് 7ാം ക്ലാസ് പഠിക്കണേ. അപ്പൊ ഒരു ദിവസം പറഞ്ഞ് നീ നാളെ നിങ്ങൾ രണ്ടുപേരും നാളെ വരണാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പിടിച്ചിടിക്കുമെന്ന് പറഞ്ഞു. അപ്പം അന്ന് ട്രെയിനിങ്, രാവിലെ ഞങ്ങൾക്ക് ട്രെയിനിങ്, അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വീട്ടിൽ പോയി കുളിച്ചിട്ട് സ്കൂളിൽ അടുത്ത് തന്നെയാണ്. അപ്പം ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളപ്പോൾ ഇതിൻ്റെ ടെൻഷനല്ല, ഇടി കിട്ടും ഇനി എന്നുള്ള രീതി. അപ്പോൾ ഞങ്ങളൊരു ഒരു പ്ലെയർ ഉണ്ട്, സുഡു എന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പം വന്ന് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഇവൻ്റെ വീട് അടുത്ത് തന്നെയാണ്. ഇവൻ ചോദിച്ചാൽ എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്ന് പോയാൽ ഇടിക്കൂന്നൊക്കെയാ പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ വന്ന് അതിനുശേഷം ഞങ്ങൾ ഒരു പ്രശ്നമില്ല. ഞങ്ങള് ഭയങ്കര കാര്യം എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ആലോചിച്ചാൽ സീനിയറിന്റെ സീനിയറിന്റെ സപ്പോർട്ട്. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ ഇങ്ങോട്ട് കിട്ടി ഇതെല്ലാം തിരിച്ചു കൊടുത്തല്ലേ? ഉണ്ടല്ലേ, അവൻ കണ്ടാ അറിയാം. ഈ ടീച്ചർമാർ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ആ ടൈമിൽ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പേര് സെന്റ് മേരീസിന്ന് SH അഡ്മിഷൻ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങളുടെ കൂടെ പഠിക്കണ ഒരു പറഞ്ഞ് ആൾക്കാര് അസർ എങ്ങനെ അവര് ഭയങ്കര ഇടിയാ, ഭയങ്കര പ്രശ്നമാണ്, പഠിക്കൂല. പിന്നെ ആ ടൈമിൽ ഞങ്ങളുടെ ഒരു ടീച്ചർ ഉണ്ട്, നിത്യ ടീച്ചർ. ആ ടീച്ചർ ഇല്ലേ ഞങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടൂല. ടീച്ചർ പോയി സംസാരിച്ചു. ചുമ്മാ ആളുകളെ കുറിച്ച് അങ്ങനെ ആൾക്കാർ പറയുമോ? അതിന്റെ പിന്നിൽ ഒരു സത്യമില്ല. ഇല്ല, ആ ചെറിയ അതുണ്ടാവൂലോ. അത് ആ പ്രായത്തിന്റെ 5-ലും 6-ലും 7-ലും ഒക്കെ ഇടിയാടി നമുക്ക് പിന്നെ വാറാവൂല. നമ്മുടെ കൂട്ടുകാരെല്ലാം ഇടിക്കണ കണ്ടാ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് സഹായിക്കുന്ന. അല്ല, അത് തിരിച്ച് ഇപ്പൊ നമ്മളാരും ഇടിക്കാൻ അവര് വരുമല്ലോ. പിന്നെ അതിനുശേഷം അഡ്മിഷൻ കിട്ടിയില്ല. പക്ഷേ ടീച്ചറോട് ഇനി ഒരു പ്രശ്നത്തിന് വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഒരു പ്രശ്നം നിർത്തി, കളി മാത്രമായിട്ട് വാപ്പ പറഞ്ഞു ഒരു പ്രശ്നം വേണ്ടെന്ന് പറഞ്ഞു. നന്നായി. അതെന്ന് പറഞ്ഞാൽ ടീച്ചർ വിളിച്ച് HM ഞങ്ങളെ വിളിച്ചിട്ട് ഇവർ പഠിക്കണില്ല, ഇവർ ഭയങ്കര ഇടിയാണ്, ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങൾ രണ്ടുമല്ല, വേറെ കുറേ ആൾക്കാരുണ്ട് ഞങ്ങളുടെ ആ ക്ലാസ്സിലെ ഫുട്ബോൾ പ്ലേയേഴ്സ് മൊത്തം. അപ്പോൾ ഞങ്ങളുടെ ബാസ്കറ്റ്ബോൾ പ്ലേയേഴ്സും ഫുട്ബോൾ പ്ലേയേഴ്സും തമ്മിലൊരു ഇടി പ്രശ്നമൊക്കെ ഉണ്ടായി. അപ്പൊ അതിന് ശേഷമാണ് ഈ പ്രശ്നം തുടങ്ങിയത്. എന്നിട്ട് ഞങ്ങൾക്ക് വാപ്പ വന്ന് ആ ടൈമില് എല്ലാരും പറഞ്ഞു പാരന്റ്സിനെ വിളിക്കൂന്ന് പറഞ്ഞു. ആരും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. പക്ഷെ ഞങ്ങളുടെ രവി സാറിനെ വിളിക്കൂന്ന് പറഞ്ഞപ്പോ എല്ലാരും കരച്ചിലും ഭയങ്കര. അപ്പൊ
പക്ഷെ ഈ സാറന്മാരാണെങ്കിൽ ഒരു ഇതില്ല, വിളിക്കും തന്നെ അല്ലെ എന്തായാലും എന്തേലും ഒപ്പിക്കാതെ വിളിക്കൂല എന്നിട്ട് എല്ലാം സോൾവ് ചെയ്ത് ഞങ്ങൾക്ക് അവിടെ കിട്ടി. എന്തായാലും സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അല്ല അവിടെ തീർത്ത നന്നായി. എന്നിട്ട് പക്ഷെ ഞങ്ങൾ പിന്നെ അവിടെ അത്ര നിന്നില്ല. ഞങ്ങൾ 8-ന്ന് അപ്പം തന്നെ ഞങ്ങൾ മാറി കൗൺസിലോട്ട്, നമ്മുടെ ഗ്രൗണ്ടിന്റെ അടുത്തുള്ള സ്കൂള്. കാരണം ഞങ്ങളുടെ ബേബി സാറുണ്ടായി, പുതിയ അവിടുത്തെ സാറ്. ആള് പറഞ്ഞ് ഇവിടെ അഡ്മിഷൻ എടുത്തു. സെറ്റ് സാറന്മാരും. പിന്നെ ആ ടൈമിലാണ് ശരിക്കും ഞങ്ങൾക്ക് ബേബി സാറിന്റെ അണ്ടറിലായിരുന്നു. ബേബി സാറാണ് കുറച്ചും കൂടി ഞങ്ങൾക്ക് ഫുട്ബോളിന്റെ ടെക്നിക്കൽ ടാക്ടിക്കൽ വൈസ് അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഫോർമേഷൻ, ഇങ്ങനെ പൊസിഷൻ. ഞാൻ ഡിഫൻഡർ മിഡ്ഫീൽഡർ ഞാൻ ഡിഫൻഡർ ആയിരുന്നു. പിന്നെ ആളാണ് ഞങ്ങളെ സ്വഭാവം വെച്ചിട്ട് ഒരിക്കലും ഡിഫൻഡർ അങ്ങനല്ല. പക്ഷേ ക്വാളിറ്റി കണ്ടിട്ട് സാർ പറഞ്ഞ മിഡ്ഫീൽഡ് വേണം, കളി വേണം, അപ്പൊ നീ മിഡ്ഫീൽഡ് അടിക്കുന്നു പറഞ്ഞു. പിന്നെ സാറിന് ഇത് അണ്ടറിൽ പിന്നെ മാറേണ്ട വന്നില്ല, മുന്നോട്ടൊരു യാത്രയായിരുന്നു. പിന്നെ ആദ്യം തന്നെ ബെറ്റർ കുക്ക് ആരാണ്, ഫുഡ് ഉണ്ടാക്കുന്ന ആരാ? രണ്ടുപേർക്കും എന്താ ഉണ്ടാക്കാൻ അറിയാം? ബ്രെഡ് ഓംപ്ലേറ്റ്. പിന്നെന്താണോ കുക്കിംഗ് പറയാ, ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം. അത് ഭയങ്കര പണിയാ, ഉള്ളിയൊക്കെ അരിയണമെന്നൊക്കെ പറഞ്ഞ. അടുത്തത് അത്. പിന്നെ ചായ എനിക്ക് ചായ ഒരു നേർക്ക് അറിയില്ല. ഓക്കെ സാർ അധികം ആലോചിക്കണമെന്നില്ല, നൂഡിൽസ് പറഞ്ഞില്ല. അത് അങ്ങനത്തെ ഒന്നുമില്ല, മാഗി ലേസ് അങ്ങനത്തെ ഒന്നും വലിയ ഫാനല്ല. അപ്പൊ നമ്മള് തനിക്ക് ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ല, ഇവൻ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചെങ്കിലും ഇല്ല, ഇവൻ ഉണ്ടാക്കി തരും. അങ്ങനെ രണ്ടുപേരുള്ളതുകൊണ്ടേ നന്നായിട്ടോ. അത് ഭയങ്കര ഇതാ, ചേട്ടനായോണ്ടാ 5 മിനിറ്റ് അതിന്റെ. അല്ല അപ്പൊ നിങ്ങൾ തന്നെ റെസ്പോൺസിബിലിറ്റി എടുക്കണം. അത് പക്ഷേ നമ്മൾ ഡ്രസ്സായാണ് ഞാനാ ചെയ്യണ്ട് രണ്ടുപേരുടെ. ഇവൻ ഡ്രസ്സായും ചെയ്യുമല്ലോ, അത് ഞാനാ ചെയ്യണ്ട്. അതാ ടൈമിൽ എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ പഠിച്ചപ്പോ അതെങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഷർട്ട് അയൺ ചെയ്യണം. ഇന്ന് ആരാ അയൺ ചെയ്തേ ചോദിക്കണേ? ഇവനായിരിക്കും, അതെനിക്കറിയില്ല. ഞാൻ വേറെ അടുത്ത് പോയിട്ടുണ്ടായി, പുറത്ത് പോയിട്ടുണ്ടായി. പക്ഷെ പണി കൂടുതലെടുക്കുന്ന ഈ വഴിക്കാന്ന് നമുക്ക്. അല്ല അങ്ങനത്തെ പണിയൊക്കെ ഞാൻ ചെയ്യണം. ചേട്ടൻ ഇവനല്ല, അപ്പൊ ഇവനെല്ലാം എടുക്കണ്ട്. ശരിക്കും റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് ഇവനല്ലേ. പിന്നെ ഫുള്ള് ഞാൻ പക്ഷെ ഇതുവരെ വീട്ടില് അങ്ങനെ അവര് നോക്കിയിട്ടില്ല. ചേട്ടനും അനിയൻ അങ്ങനെ ഒന്നുമില്ല, രണ്ടും സെയിം എന്ന് അവര് പറയണം. പക്ഷെ പണിയെടുക്കുന്ന സമയത്ത് അവനത് കാണുന്നുണ്ട്. പണിയെടുക്കുന്ന മടിയാണ് സംഭവം ഒന്നാത്. പിന്നെ പറയാം എനിക്കതൊന്നും അറിയില്ല, എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അതൊക്കെ നമുക്ക് അറിയില്ല. പിന്നെ വിശന്നാ പിന്നെ നമ്മൾ കഴിക്കണം. പക്ഷെ ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്യുന്നത് നല്ലതാ, ഭക്ഷണം കഴിച്ച് ജീവിക്കാം എപ്പോഴേലും ആവശ്യം വന്നാ. ഇനി ബെറ്റർ സ്റ്റൈൽ സെൻസ് ആരുടെയാണ് ഡ്രസ്സ് എടുക്കുന്ന സമയത്താണെങ്കിലും? എനിക്ക് ഭയങ്കര ക്ലാസിക് ഡ്രസ്സാണ്, ഈ ഓൾഡ് മണി അങ്ങനെ. പക്ഷെ ഇവൻ ഭയങ്കര മറ്റെന്താ പറയാ ബെഗി ജീൻസ്, മറ്റേ അതൊക്കെ ഇഷ്ടപ്പെടണം. എനിക്ക് അങ്ങനത്തെ ഒന്നും താല്പര്യം. ഞാൻ ഈ കുറച്ച് എന്താണ് ഈ ഫോറിൻ പ്ലേയേഴ്സിനെ കുറച്ച് ഡ്രസ്സിങ്ങിൽ ഇതാക്കുന്നതാണ്. ജോ വില്ലോക്ക് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. പുള്ളിയുടെ ഒക്കെ വെച്ചാൽ കുറച്ച് സ്ട്രീറ്റ് സ്റ്റൈലാണ്, സ്ട്രീറ്റ് വെയർ ആണ്. അപ്പൊ എനിക്ക് അങ്ങനത്തെ കുറച്ച് ഇഷ്ടമുണ്ട്. പക്ഷെ ഇവൻ സമ്മതിക്കൂല. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല സത്യം പറയാം. എന്ന് പറഞ്ഞാൽ ഇവന് ഓൾഡ് മണിയാ ഇഷ്ടം. അപ്പൊ ഓൾഡ് മണി അറിയാലോ, ഏതാ രസം, ഓൾഡ് മണിയാണോ മറ്റേതാണോ? ഇതെന്നോട് ചോദിക്കണോ? ഞാൻ രണ്ടുപേരുടെ സൈഡിൽ നിന്ന് ഉത്തരം പറയില്ല. അല്ല എനിക്ക് പക്ഷെ നിങ്ങൾ എങ്ങനെ എല്ലായിടത്തും ഒരേ ഉടുപ്പിട്ടാണല്ലോ തന്നെ? അത് ലാസ്റ്റ് എത്തും, അതങ്ങനെ എത്തും. അതെന്താ അത് പണ്ട് ഞാൻ അങ്ങനെ പറയും, ഇപ്പൊ ഇങ്ങനെ വാപ്പാക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല, ചങ്ങലുണ്ട്. അത് പണ്ട്, ഇപ്പൊ അങ്ങനെയല്ല. പണ്ട് അങ്ങനെ ഞാൻ പറയും അവന്റെ ഉടുപ്പിടാതെ. കാരണം മറ്റെന്താണ് ഓവർ സൈസ്, അതും മറ്റേത് ഇത്ര ഉള്ളതും എനിക്ക് അങ്ങനത്തെ ഒന്നും. എനിക്കിങ്ങനെ പാൻറ് പിന്നെ ലിനൻ ഷർട്ട് അതൊക്കെയാണ് എനിക്കിഷ്ടം. എന്നിട്ട് ഇത് കണ്ടിട്ടാണ് നിഹാലിലെ ഞാൻ ഇട്ട ഡ്രസ്സ് കണ്ടിട്ടാണ് അവന് ഇഷ്ടപ്പെട്ട ഇത് ഓൾഡ് മണി. പിന്നെ അവൻ ഇപ്പൊ ഫുൾ ഓൾഡ് മണിയായിരുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തണം? ഇപ്പൊ നിങ്ങൾ അല്ല, കുറച്ച് കഴിയുമ്പോ കുറച്ച് വളരുമ്പോ ചിലപ്പോ ഡ്രസ്സ് മാറിക്കോന്ന് പറഞ്ഞാൽ അങ്ങനെ മാറുന്നല്ലാണ്ട് അതുവരെ പിടിച്ചു നിർത്തണം. അല്ല ഇപ്പൊ ആഗ്രഹം കൂടുതലും ബെഗി ജീൻസാ ഞാൻ ഇടണം എന്ന് പറഞ്ഞാൽ. ഞാനല്ലല്ലോ, പക്ഷെ എനിക്ക് കുറച്ചും കൂടി മാർച്ച് ചെയ്യാനാണ് ഇഷ്ടം. അല്ല ഇപ്പൊ ഇവൻ പറയണ ഓൾഡ് മണിയാണ് ബെസ്റ്റ്. പക്ഷെ ഓൾഡ് മണിയാണ്, പക്ഷെ എന്റെ ഒരു രീതിയിൽ ഇപ്പൊ എന്താന്ന് പറയാ സംഭവം, ഓൾഡ് മണി മറ്റതും. ഇപ്പൊ ഓൾഡ് മണി ഷർട്ട് ഇട്ടാ ഷർട്ടിൽ പാനേക്ക് മറ്റേ ബെഗി ജീൻസ് അങ്ങനെയാണ്.
രണ്ടും ഉണ്ട് രണ്ടിന്റെ ആ, ഇടയിലായി പോയി. രണ്ടും അങ്ങനെ എടോ 2 ബെഞ്ചിൽ ഒരുമിച്ച് കാല് കുത്തരുത് കേട്ടോ, ചിലപ്പോ സ്റ്റൈല് മാച്ച് ആയിന്ന് വരില്ല. ചിലപ്പോ പുതിയത് ഇനി നിങ്ങളുടെ ഒരു സ്റ്റൈൽ. ആ അങ്ങനെയാന്ന് പറഞ്ഞു പോവാം. ഓ അത് ഞാനത് ചിന്തിച്ചില്ല. ഇനി ബെറ്റർ ഫുട്ബോളർ ആരാണ്? ആ പൊസിഷൻ വൈസ് അല്ല എന്തിലാണ് ബെറ്റർ ഫുട്ബോളർ ആരാണ് ഒരാളുടെ കണ്ണിൽ? അസറിന്റെ കണ്ണില് നിങ്ങളിലെ കണ്ണില് ഞാൻ അത് പിന്നെ സംശയമേ ഇല്ല. ഒരു തോന്നിയിട്ടില്ല അവൻ എന്നെക്കാളും രണ്ട് പൊസിഷൻ അല്ലേ, ആ അപ്പൊ ഇവൻ പാസിങ്ങിൽ കുറച്ച് ബെറ്റർ ആണ് എന്നെ കാട്ടി, ആ ഡ്രിബിളിങ്ങിൽ ഞാൻ ബെറ്റർ ആണ്. പിന്നെന്താ ഐഡിയ എന്ത് ഐഡിയ IQ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന്റെ ടാക്ടിക്കൽ ഞാൻ ബെറ്റർ. ഞാനും ബെറ്റർ ആണ്. ഓഹോ അങ്ങനെ വരില്ലല്ലോ. ഞാനും ബെറ്റർ ആവില്ല, ഒരാളെ ബെറ്റർ ആവുള്ളൂ. ഇവ ഈ പെസ്സിൽ നമുക്ക് ഇങ്ങനെ ഫോർമേഷൻ സെറ്റ് ചെയ്യാം. അതിൽ ഏത് ഫോർമേഷൻ വന്നിട്ട് എന്നോട് പറയാം അങ്ങനെയാണ് ഇങ്ങനെയാണ്, പക്ഷെ അത് വച്ചാ ഫുട്ബോൾ അങ്ങനെ കളിക്കാൻ പറ്റൂല പെസ് ആയതുകൊണ്ട്. ഫുട്ബോൾ കളിക്കാൻ പറ്റില്ലെങ്കിൽ ഗാർഡിയോളൊക്കെ പിന്നെ എന്താ കളിക്കണം? പക്ഷെ ഗാർഡിയോളുടെ സെയിം ഫോർമേഷൻ 4-2-3-1 അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതിലോട്ട് പക്ഷെ ഇവ എന്താണെന്നറിയോ, ഒരു സെൻറ്റർ ബാക്ക്, വിങ് ബാക്ക് 2 എണ്ണം അങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യണം. എന്റെ ആഗ്രഹം എന്തുകൊണ്ടാ ISL കഴിഞ്ഞ് ISL ഫുട്ബോൾ എൻ്റെ കരിയർ കഴിഞ്ഞിട്ട് എൻ്റെ ആഗ്രഹം വലിയ സ്ഥലത്ത് പോയി കളിക്കണം എന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു ബുക്ക് ചെയ്തണം ഫുട്ബോളിനെ കുറിച്ച്, എന്നുവെച്ചാൽ പുതിയ ടാക്ടിക്സിൻ്റെ മറ്റേ ഇപ്പൊ എന്ന് വെച്ചാൽ 4 ഡിഫൻഡേഴ്സ് അങ്ങനെയല്ലേ, ഫോർമേഷൻ ഇല്ലാത്തൊരു ഗെയിം. എനിക്ക് കോച്ചാവണം. അതെങ്കിലും 2 വഴിക്കാണ്, ഒരു പുസ്തകം ഒരു കോച്ചും. കോച്ച് പിന്നെ ഒരു ക്ലബ്. എനിക്ക് കോച്ചാണോടാ, എനിക്ക് കോച്ചാണോ? ഓ എടോ എല്ലാം കൂടെ പറയില്ലേ? ഇല്ലല്ല, ബുക്ക് എഴുതണം കോച്ച്. കോച്ച് ബുക്ക് എഴുതുന്ന ബുക്ക് എഴുതിയിട്ടല്ലേ ഇപ്പൊ എല്ലാവരും ഫോളോ ചെയ്യണം. അപ്പൊ ഒരു ക്ലബ്ബ് വാങ്ങണം. ക്ലബ്ബ് വാങ്ങണം. അപ്പൊ ആഗ്രഹങ്ങൾ എന്തായാലും അങ്ങനെ കാണും. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കുറെ പ്ലേയേഴ്സ് ഉണ്ട്, ഓപ്പണർ എന്ന് പറഞ്ഞാൽ നല്ല പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ അവർക്ക് ഇവിടെ എത്താൻ പറ്റില്ല. ടാലന്റ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എൻ്റെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ആന്ധ്രത്ത് ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര പ്ലേയേഴ്സ് ഉണ്ട്, കുറെ പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ അവർക്ക് എത്താൻ പറ്റണില്ല. കാരണം ഇപ്പം എൻ്റെ വാപ്പ എടുത്ത ആ റിസ്ക് ആർക്കും എടുക്കാൻ പറ്റൂല. കാരണം എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ വാപ്പാൻ്റെ കാര്യം വരെ ഒഴിവാക്കിയിട്ട് ഞങ്ങളാ എന്ന് പറഞ്ഞാൽ രാവിലെ വാപ്പ ഇപ്പൊ എല്ലാരും വാപ്പാക്ക് വിളിക്കുക, എന്നെ വിളിക്കുക, വാപ്പാക്ക് വിളിക്കണല്ല വാപ്പനെ വിളിക്കണം. മനസ്സിലായി. ആ എങ്ങനെ ബ്ലാസ്റ്റേഴ്സിൽ ഇവര് കയറി, എങ്ങനെ എന്റെ മോനെ ബ്ലാസ്റ്റേഴ്സ് കളിപ്പിക്കണം അവർക്കറിയില്ല. ഞങ്ങൾ എങ്ങനെ വന്ന ഇത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങനെയാണ് ഇതാണ്, അപ്പൊ ഒരു കാര്യം ചെയ്യും, വേറെ ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ പോയിട്ട് കളിച്ച്. ഇല്ല ഞങ്ങൾക്ക് ബ്ലാസ്റ്റേഴ്സിൽ തന്നെ കളിക്കാം, കാരണം ഞങ്ങൾ കളിച്ചത് പറഞ്ഞില്ല ഇത്ര നമ്പറേ പറ്റുള്ളൂ. അതാണ് ഞാൻ എൻ്റെ വാപ്പ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി. എന്ന് പറഞ്ഞാൽ വാപ്പാൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ 9:30 പക്ഷേ രാവിലെ എഴുന്നേറ്റ് 6:30 എന്ന് പറഞ്ഞാൽ SH കൊണ്ടുപോകും ഞങ്ങളെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ കൗൺസിലിൽ കയറിയപ്പോൾ നേരത്തെ കയറണം. 5:30 അസംബ്ലി ഉണ്ട്, അവിടെ എത്തണം. അപ്പോൾ 5:30 എഴുന്നേറ്റ് വാപ്പ അവിടെ ഉണ്ടാവും. ഉമ്മാണെങ്കിൽ 4 മണിക്ക് ഞങ്ങൾക്കുള്ള ഫുഡ് ഇത്. അപ്പോൾ ഞങ്ങൾ അവിടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വാപ്പ അതുവരെ ഉണ്ടാവും. എന്നിട്ട് തിരിച്ച് ഞങ്ങൾ ഇവിടെ പോവും, വീട്ടിലോട്ട് പോവും. ഉമ്മ ഫുഡ് ഉണ്ടാക്കും, ഉച്ചക്കത്തെ ഭക്ഷണം. എന്നിട്ട് തിരിച്ച് വാപ്പ ഞങ്ങളെ വിടും. എന്നിട്ട് വാപ്പ ഓഫീസിൽ പോവും. വൈകുന്നേരം വീണ്ടും വരും. ഇങ്ങനെ കൂടി ഒരു 4 വർഷം ഇങ്ങനെ തന്നെയായിരുന്നു. നമ്മള് കഷ്ടപ്പാടുകൾ കാണുന്നില്ല, നമ്മള് നിങ്ങൾ എത്തിയത് മാത്രം. ഇവിടെ വരുന്നു, റിസർവിൽ കയറുന്നു, ബ്ലാസ്റ്റേഴ്സിൽ വരുന്നു. അല്ല ഞങ്ങൾ എന്താ പറയാ, എൻ്റെ വാപ്പാന്റെ ബ്ലെസ്സിങ് ആണ് ഭയങ്കര. എന്താ പറയാ, കൊറേ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തോട്ട് എത്തിയത്. ശരിക്കും ഞങ്ങൾക്ക് ഇപ്പൊ സാധാ ഒരു ലക്ഷദ്വീപുകാരനാണെങ്കിൽ ഇങ്ങനെ എത്തൂല. എല്ലാം എന്ന് പറയാൻ എൻ്റെ വാപ്പാന്റെ ബ്ലെസ്സിങ്ങാണ്, ഇല്ലെങ്കിൽ എത്തൂല. അപ്പൊ ഒരു വലിയ ഒരു ജനത്തിന് തന്നെ ഇൻസ്പിറേഷൻ ആയിട്ടാണ് രണ്ടുപേരും ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ട്വിൻസ് ആയി കഴിയുമ്പോഴത്തെ പ്രത്യേകത, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇപ്പൊ സിബ്ലിങ്സ് ആണെങ്കിൽ എനിക്കും എൻ്റെ അനിയനും ഒക്കെ കണ്ണുകൊണ്ടും നോട്ടം കൊണ്ടും അറിയാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ മറ്റേ ആള് പറയാണ്ട് തന്നെ അയാളുടെ കാര്യങ്ങൾ മനസ്സിലാവുകയൊക്കെ ചെയ്യും. സങ്കടവും ദേഷ്യവും എല്ലാം മനസ്സിലാവും. കള്ളത്തരം അതും കള്ളത്തരം ഒന്നിച്ചേ കാണിക്കുള്ളൂ, അത് മാറി മാറി കാണിക്കുള്ളൂ. ഇല്ല, ഒരുമിച്ചുള്ള സെറ്റുകൾ മാത്രമേ. ഇപ്പൊ ഞാൻ എന്താ പറയുക, ഇപ്പൊ കള്ളത്തരം കാണിക്കാൻ ഞാൻ ഇവനോട് അങ്ങനെ ചെയ്യണം, അപ്പൊ ഒന്നിച്ച് ചെയ്യും. അപ്പൊ തന്നെ പ്ലാൻ ഉണ്ടാക്കി ഒന്നിച്ച് ചെയ്യും. അപ്പൊ പിടിക്കാനും പറ്റില്ല. പക്ഷേ വീട്ടുകാരുടെ കണ്ണിൽ ഞാനാണ് കൂടുതലും കള്ളത്തരം കാണിക്കണം. ആ മുഖത്തൊരു നിഷ്കളങ്കത കൂടുതൽ വന്നോണ്ട് സംശയം വന്നതായിരിക്കും. ഇവൻ എങ്ങനെയാന്ന് പറയാ, സൈലന്റ് കില്ലർ, സൈലന്റ് വന്ന് ഞാൻ അങ്ങനെ ഞാൻ ഓപ്പൺ ആയിട്ട് ചെയ്യും. അപ്പൊ ഇത് പാവമായിട്ടാണ് കണ്ടേക്കണേ, അല്ല കള്ളനായിട്ടാണ് കണ്ടേക്കണേ. അങ്ങനെയല്ല, പക്ഷെ അവര് പറയണത് ഞാനാണ്. എടോ ആയിരിക്കും, മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും. സ്വയം നമുക്ക് ഒരിക്കലും തോന്നില്ലല്ലോ നമ്മൾ കച്ചറ കാണിച്ചു. പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത്
ഒരു കടയുണ്ട്, ബേക്കറി കട. അപ്പോൾ അവിടെ ലഡു ഭയങ്കര, പിന്നെ ഉണ്ടാക്കണേണ് ഭയങ്കര. ആ ടൈമിലൊക്കെ അതൊക്കെയാണല്ലോ. അപ്പൊ ഉമ്മാനോടെയും വലിയ ഉമ്മാനോടൊക്കെ ചെയ്യും ഒരു 5 രൂപ. വാപ്പാക്ക് പിന്നെ അവിടെ പറ്റുണ്ടായി. അത് ഒരു സമയത്ത് പറ്റുണ്ടാക്കി, പിന്നെ വാപ്പ ഒഴിവാക്കി. കാരണം ഞങ്ങൾ ലഡു ട്രെയിൻ എന്താണ് സ്കൂൾ കഴിഞ്ഞാൽ അവിടെ പോവും, ലഡു വാങ്ങിക്കും, 2 എണ്ണൊക്കെ കഴിക്കും, 3 എണ്ണം. വാപ്പയുടെ പറ്റു വരെ വേണ്ട അങ്ങനെ പിന്നെ മാറ്റിയതാ. ബേസിക്കലി ചെറുതായിരുന്ന സമയത്ത് വീട്ടിൽ നല്ല സുഖമായിരുന്നു ഉമ്മയ്ക്കും വാപ്പയ്ക്കും. അവര് പറയുന്നുണ്ട് പണ്ട് എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തില് ഭയങ്കര പ്രശ്നമായിരുന്നു പറഞ്ഞു. എന്നാ മാറിയേ? അത് പിന്നെ നമുക്ക് ഒരു കുറച്ച് കഴിഞ്ഞപ്പോ നല്ല കുസൃതിയായിരുന്നു. അതിൽ രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. കുസൃതി കാണിക്കുന്ന സമയത്ത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി തെറ്റി അടി കിട്ടിയിട്ടൊക്കെ ഉണ്ടോ, അതോ അതായത് അയ്മന് കൊടുക്കേണ്ട അടി? ഇല്ല, അങ്ങനെ ഒരിക്കലായിട്ടില്ല. അതോടെ ഇപ്പൊ എനിക്ക് അടി കിട്ടിയെങ്കിൽ ഇവൻ അടി കിട്ടും, അത് ഉറപ്പാ. അടുത്തുണ്ടാവും, ഒന്നെങ്കിൽ ഇവൻ ചിരിക്കും, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇവൻ അടി കിട്ടും. അങ്ങനല്ലേ, രണ്ടാൾക്കും. ഇപ്പൊ ഇവന് കിട്ടിയ എനിക്ക് കിട്ടും, അത് ഉറപ്പാ. ഒരിക്കലും ഒരു പാർഷ്യാലിറ്റി അക്കാര്യത്തിൽ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. വഴക്ക്, അടി, ബഹളങ്ങളെല്ലാം ഒരുപോലെ തന്നെയായിരുന്നു. ഈ ഒരേപോലത്തെ സ്വഭാവങ്ങൾ നിങ്ങളുടെ എന്താണ്? എല്ലാം സ്വഭാവങ്ങൾ ഒരേപോലെ വേണ്ട, എതിര് ഞാൻ ചോദിക്കാം. രണ്ടുപേരുടെയും വളരെ, ഇപ്പോൾ എനിക്ക് സ്റ്റൈല് മനസ്സിലായി, ഡ്രസ്സിങ് സ്റ്റൈൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ? കാരണം നിങ്ങൾ എപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഒരുപോലെയാണ്. അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യണമെന്നാണ് നിങ്ങളുടെ കൂടെയുള്ള എല്ലാവരും പറയണത്, മനസ്സിലാവാതിരിക്കാൻ. അത് വീട്ടുകാരുടെ ഇതും പിന്നെ നമ്മ അതിലോട്ട് അഡാപ്റ്റ് പുറത്തേക്ക് പോകുമ്പോ ഒരു ഡ്രസ്സ് ഇടാ. ചിലപ്പോ കുറച്ച് കഴിയുമ്പോ മാറുമായിരിക്കും. അത് വലുതാവുമ്പോ 21 കല്യാണമൊക്കെ കഴിക്കണം. എടാ ആയിട്ടില്ല, വളരെ ചെറിയ പ്രായത്തിൽ നമ്മൾ കല്യാണം വെച്ചിട്ട് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ ആയോ? നമ്മൾ സമയം ഇല്ലാത്തോണ്ടാണോ? അല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി മെസ്സേജ് ഒക്കെ വരുമല്ലോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നാമത് ഈ റീലൊക്കെ കാണും. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ട്രെയിനിങ് കഴിഞ്ഞാൽ കൂടുതലും ഫുഡിന്റെ വീഡിയോ ഒക്കെ ആയിരിക്കും. നല്ല വിശപ്പായിരിക്കും. ഫുഡാണ് നമ്മുടെ മെയിൻ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പണ്ടും ഇപ്പോഴും ഈ ഫുഡ്, ഇപ്പൊ ഡയറ്റാണ് കൂടുതലും, പക്ഷെ അല്ലാത്ത സമയം ഫുഡ്. അത് രണ്ടുപേർക്കും ഇഷ്ടം. അതിലോട്ട് അങ്ങനെ ഫുഡാന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നുമല്ലോ, അപ്പൊ ഇത് കാണും. എന്തായാലും ഡയറ്റ് ഫുഡായിരിക്കും കഴിക്കണം. പിന്നെ അല്ലാത്ത സമയം കണ്ട് ആസ്വദിക്കാനായിട്ടാണ് ഇപ്പൊ എല്ലാരും കാണുമല്ലോ. അതല്ലോ, പക്ഷെ അതൊരു വിഷമല്ലേ, കഴിക്കാനും പറ്റില്ല. പക്ഷെ ഞങ്ങളിപ്പോ തായ്ലാന്റ് പോയിണ്ടായി. അയ്യോ, തായ്ലാന്റ് പോയിട്ട് അവിടുത്തെ ഫുഡാണെങ്കിൽ ആസിഫിക്കൊക്കെ അറിയില്ലേ, ഭയങ്കര ചോറ് എന്താണെങ്കിൽ ഇതൊന്ന് കഴിഞ്ഞു കിട്ടണല്ലോ. അപ്പൊ ചോറെന്ന് പറയാൻ പറ്റൂല. ബദാമും അണ്ടിപ്പരിപ്പ് അത് ഇതൊക്കെയാണ്. അത് കഴിച്ച് തീർത്ത് കണ്ടിരിക്കും. ഞങ്ങൾ രണ്ടുപേരും വേറെ 2 മലയാളികൾ, ശ്രീകുട്ടനും സെയ്ഫും തൊട്ടടുത്ത. ഇവര് വരും, അജ്സല് വരും, എല്ലാം ഞങ്ങൾ പിന്നെ ഇത് കഴിക്കും. ഏത് കഴിക്കും? ഈ വീഡിയോ കണ്ടിട്ട് ഞങ്ങള് വീഡിയോ കണ്ടിട്ട് കഴിക്കും, അല്ലാണ്ട് എന്ത് ചെയ്യാനാ. പിന്നെന്ന് പറഞ്ഞാൽ ആ ടൈമിൽ പിന്നെ വേറെ നിവൃത്തിയില്ല. എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ നമ്മ തിരിച്ചു തന്നെയാണ്. അപ്പോൾ ഓഫ് ഡേ ഉണ്ടായി. അപ്പം ഞങ്ങൾ തായ്ലാൻഡിൽ പോയി. എന്ന് പറഞ്ഞാൽ ബീച്ചിൻ്റെ അവിടെ ഒരു പഞ്ചാബി റെസ്റ്റോറൻ്റ് ഉണ്ടായി. പിന്നെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും ഛർദ്ദിച്ച് ഇവിടെ വരെ എത്തി. കേട്ടിട്ടേ ഉള്ളൂ. കാരണം അവിടുത്തെ ഫുഡ് ഭയങ്കര വ്യത്യാസമാണല്ലോ. ഇത്രയും ആക്രാന്തത്തിൽ കഴിക്കുന്നുണ്ട്. അവര് വിഷമിച്ചാണ് പാവങ്ങൾ, വീട്ടിലൊന്നും കിട്ടാത്ത സുഖമില്ല, അവർക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ എന്ന് വെച്ച് ഇതും മറ്റും കണ്ടു അങ്ങനല്ല കഴിച്ചേക്കണം. ഒരു നമുക്ക് കുറെ നാൾക്ക് ശേഷം ഫുഡ് കിട്ടണ. ഞങ്ങൾ പുറത്തുനിന്ന് കാണുമ്പോൾ നിങ്ങളെ കുറിച്ച് നമ്മൾ ഇങ്ങനെയല്ല വിചാരിച്ചേ. എല്ലാ പ്ലേസിനും അവസ്ഥ ഇതൊക്കെ തന്നെ. എല്ലാ പ്ലേസിനും അവർക്ക് ആഗ്രഹമുള്ള ഫുഡ് അവർ കഴിക്കുന്നുണ്ട്. പക്ഷെ ഡയറ്റാണ്, അതുപോലെ അവരത് ബേണും ചെയ്യും. ഇപ്പൊ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ട്, ഞങ്ങൾ അത് കഴിക്കും. അത് കഴിക്കും. എനിക്കൊക്കെ ഞങ്ങൾക്ക് മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൊതുവേ ഇപ്പം അല്ല, ഒരു ടൈം വെക്കും, ഒരു മാസത്തിൽ ഒരിക്കൽ മന്തി പോയി കഴിക്കും. അത് പിറ്റേ ദിവസം അത് ബേണാക്കും. ഒന്നെങ്കിൽ ജിമ്മിൽ പോയി വേണാക്കും. രാവിലെ ട്രെയിനിങ്ങിന് എന്തായാലും വേണമല്ലോ. ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ ഇതൊക്കെ കിട്ടുള്ളൂ അല്ലേ? ഫുട്ബോളർ ആയിട്ടുള്ള ജീവിതം പുറത്തുനിന്ന് കാണുന്ന അത്ര രസമില്ല. നമുക്ക് ഗ്ലാമർ ഫോട്ടോയും ഭയങ്കര ഹാപ്പി. പക്ഷെ നമുക്കറിയില്ല അതിന്റെ ഇമോഷണൽ. ട്രെയിനിങ്ങിന് പ്രിപ്പയർ ചെയ്യുക രാവിലെ മുതൽ. ഇന്ന് രാത്രി, നാളെ, ഇന്നിപ്പോ ട്രെയിനിങ് കഴിഞ്ഞാൽ രാത്രി മുതൽ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. റിക്കവറി നമ്മുടെ ഒരു ഇതുണ്ടാവും എന്ന് വെച്ചാ എന്താ അതിനെന്താ പറയാ, കിട്ടുന്നില്ല, എന്തോ പറയാ അതുപോലെ മറ്റെന്താ, ഇപ്പൊ എന്റെ നമ്മുടെ റിലേറ്റീവിന്റെ ഒക്കെ കല്യാണം നമുക്ക് പോകാൻ പറ്റില്ല. അതൊരു പ്രശ്നമാണ്. ഇപ്പൊ എന്റെ കസിൻ താത്തന്റെ കല്യാണം പോകാൻ പറ്റൂല. പോയില്ല. 20-ാം തീയതി ആയിരുന്നു കളി.
കളിയില്ല. പക്ഷെ നമുക്കതില്ല, പറയണ്ടേ ഞങ്ങൾ വരണമെന്നുണ്ട്, ഡേറ്റ് ഒക്കെ ഞങ്ങളുടെ സൗകര്യത്തിന് വെക്കണമെന്ന്. ഇല്ലില്ല, ഞങ്ങളുടെ ആഗ്രഹത്തില് വാപ്പ വിട്ടതാണ് ഇത് കളിക്കാൻ. വൈയും കാണിച്ചാൽ പോയിക്കോന്നാണ്. അതിന് കുറച്ച് ഇങ്ങോട്ട് മാറിയ പ്രശ്നമാണ്. അതുകൊണ്ടപ്പം നമ്മള് ഫുള്ള് ഡെഡിക്കേറ്റഡ്. ശരിയാ, വലിയ ലക്ഷ്യത്തിന് വേണ്ടി നമ്മള് ചെറിയ സാധനങ്ങൾ, കല്യാണമൊക്കെ അവരിഞ്ഞും കാണുമല്ലോ നമുക്ക്. അത് ശരിയാ. പക്ഷെ ഇപ്പൊ ഒരു കളി കഴിഞ്ഞാൽ ഇനി ആ കളി വരുമോ? നമുക്ക് ഇല്ലല്ലോ. നോ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളും ചിന്തിക്കരുത്. ഇനി മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഈ ഗ്രൗണ്ടിൽ നിങ്ങൾ അഗ്രസീവായിട്ട് കളിക്കുന്ന സമയത്ത് നിങ്ങൾ 2 ടീമിൽ എന്തെങ്കിലും ആയി പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഞങ്ങൾ ഓൾറെഡി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ പോകും. ഫുട്ബോൾ ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാറുണ്ട്? ഇതുവരെ അങ്ങനെ ആയിട്ടില്ല കേട്ടോ. ക്ലബ് വൈസ് അങ്ങനെ അല്ല, ആയിട്ടില്ല. പക്ഷെ നാളെ നിങ്ങൾ 2 ക്ലബിലാകാം. ഇന്ന് ബ്ലാസ്റ്റേഴ്സിൽ ഒരാള്, മറ്റൊരാൾ വേറൊരു ക്ലബിലാവാമല്ലോ. അങ്ങനെ ചിന്തിക്കാറുണ്ടോ? അങ്ങനെയല്ല ചിന്തിക്കണേ. ഞാൻ ബാർസയില് അല്ല, ഞാൻ റയൽ മാഡ്രിഡ് അത് പണ്ട് എയിം ഫോർ ദി സ്റ്റാർസ് അങ്ങനെയാണല്ലോ. അത് ഭയങ്കര നല്ലൊരു ചിന്തയാണ്. സ്റ്റേസ് വിട്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഒന്നാമത് എനിക്ക് എന്താ പറയാ, വാപ്പാക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ടൈമിൽ ഞങ്ങൾക്ക് ഒന്നുമില്ല. ഞങ്ങളെ സഹായിച്ചത് അതെന്റെ വാപ്പ എപ്പോഴും പറയും. ഇപ്പൊ എന്തായാലും നീയൊക്കെ ഒരു ടൈമിൽ നീയൊക്കെ ഒന്നുമില്ലായിരുന്നു. ആ ടൈമിൽ ബ്ലാസ്റ്റേഴ്സ് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായുള്ളൂ, ഈ സ്കൂളും ഇതൊക്കെ. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് വന്ന ടൈമിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഞങ്ങൾക്ക് ഫ്രണ്ടിൽ തന്നെ ഉണ്ടായത്. വേറെ ഒരു ക്ലബ്ബോ വേറെ ഒന്നുമില്ല. അതുകൊണ്ടപ്പോൾ എന്തായാലും നമ്മളത് വിട്ട് ചിന്തിച്ചിട്ടില്ല. ഇനി ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് എതിരെ വരുമ്പോൾ നമ്മളിപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഒരുപോലെ വരില്ലല്ലോ 2 സൈഡിൽ. അപ്പോൾ ഇവർ എതിരെ ഇപ്പം നിങ്ങൾ 2 വന്നു കഴിയുമ്പോൾ പക്ഷേ അവനല്ലേ എന്നോർത്ത് അഗ്രസീവ് അല്ലാതെ കളിക്കാനൊക്കെ ശ്രമിക്കും. പാവം, ഞാനായിട്ട് തൊഴി അവനായിട്ട് കൊടുക്കണ്ട, ഇടിച്ചിടണ്ട, അങ്ങനെ. കാരണം ഇവൻ ഇപ്പം ഡ്രിബിൾ ചെയ്തോന്ന് എനിക്കറിയാം, ഇവനെ എവിടെ എടുക്കും ഇതൊക്കെയാ. ഒന്നിച്ചത് ഇടക്കിപ്പം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം വന്ന് ഫുള്ള് നമ്മൾ ഇടും, പിന്നെ ഇടിയാവും. അതൊക്കെ ഉണ്ട്. എനിക്ക് തോന്നിയായിരുന്നു ഇങ്ങനെ കളിക്കുന്ന സമയത്ത് എതിരെ വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് വരുമല്ലോ. പക്ഷെ എന്തായാലും എൻ്റെ അത് പക്ഷേ ട്രെയിനിങ് മാത്രമേ. പക്ഷെ മാച്ചസിന് അങ്ങനെ, മാച്ചസ് നമ്മൾ ഫുള്ളാണ്. അതപ്പോൾ ആരും എതിരെ വന്നില്ലല്ലോ. അതന്നെ മാച്ചസിൽ എതിരെ വന്നാലല്ലേ അറിയുള്ളൂ അങ്ങനത്തെ ഒരു ഇത് കിട്ടുമെന്ന്. ഇനി ഇപ്പം നിങ്ങൾ വന്നതിന് ശേഷം ലക്ഷദ്വീപിൽ നിന്ന് ഒരുപാട് പിള്ളേർ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അവിടെ അക്കാഡമി എന്തെങ്കിലും ആയോ? അക്കാഡമിയില്ല. അവിടെ പൊതുവെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ സാറന്മാരില്ല. ഇപ്പൊ സാറന്മാർ ഉണ്ടായിരുന്നു, അവർക്ക് അതിന്റെ നോളജില്ല. അവർ നമ്മുടെ ഈ സ്കൂളിലെ പി ടി സാർ ഇതൊക്കെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇപ്പം നമ്മളത് പറയാൻ പോയാൽ നമ്മൾ ഇവർ പറയാം ഇവൻ ബ്ലാസ്റ്റേഴ്സ് ഈ വർഷം കളിച്ച അങ്ങനെയൊക്കെ. പക്ഷെ പൊതുവെ എന്ന് പറഞ്ഞാൽ അവിടെ അവർക്ക് ഒന്നും അറിയില്ല. അത് ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയില്ല അവർക്ക്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളത് അവിടെ നിന്ന് വന്നു, നിങ്ങളുടെ വാപ്പയുടെ ഒരു ഡിസിഷൻ കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് മാറിയല്ല എത്തി. ആ ഒരു യങ് ലക്ഷദ്വീപിൽ നിന്നുള്ള ആ ഒരു ജനറേഷൻ, ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു യങ് ജനറേഷനോട്, നിങ്ങളും വളരെ യങ് ആണ്, നിങ്ങൾ എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുക? എന്താ പറയുക ആ ഒരു ചാൻസിനെ കുറിച്ച്? ലൈക്ക് ഇങ്ങനെ ആവണമെങ്കിൽ പൊതുവെ എന്ന് പറഞ്ഞാൽ ഇവൻ പറഞ്ഞു സാക്രിഫൈ ചെയ്യണം. അതുപോലെ കോളേജ് പഠിക്കാൻ വരും അവർ. അപ്പോൾ ആ ടൈമിൽ ശരിക്കും ഇപ്പോൾ 3 വർഷമെങ്കിൽ അവരത് കണ്ടിന്യൂ ചെയ്ത് തീർക്കണം. കാരണം പൊതുവേ ഇപ്പോൾ സാഹൽക്കൊക്കെ കോളേജൊക്കെ കളിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സസിലോട്ട് വന്നത്. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ കോളേജ് ഇപ്പോൾ ജോയിൻ ചെയ്താൽ ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ അങ്ങനെ ആരും അങ്ങനെ നിൽക്കാത്തതുകൊണ്ടേ നാട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് പിന്നെ വേറെ വഴി എന്ന് പറഞ്ഞാൽ അവർ ഇൻഡിവിജ്വലായിട്ട് ട്രെയിൻ ചെയ്യുക. ഇപ്പൊ സന്തോഷ് ട്രോഫി അതൊക്കെ ഉണ്ടല്ലോ. പക്ഷെ വരാം പ്ലേസ് ഉണ്ട്, അതാ. പക്ഷെ അവർ എന്താ പറയുക, അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനു വേണ്ടി ബാക്കിയുള്ളവർ വേണ്ടേ, പരിശ്രമിക്കണം. അവർക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ ആവണം ഇതാ. പക്ഷെ ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? ഞങ്ങളിപ്പോൾ വാപ്പ ഒന്ന് സപ്പോർട്ട് ചെയ്തു, ബാക്കിയുള്ളവരെന്താ, ചില ആൾക്കാർ ഭയങ്കര ഫാമിലി ഭയങ്കര ഇതൊക്കെ ആയിരിക്കും, അവരെന്ത് ചെയ്യും? അങ്ങനെ കുറേ പ്ലേസ് ഉണ്ട് എനിക്കറിയാം. ഞങ്ങൾ കണ്ട കുറേ പ്ലേസ് ഉണ്ട്. ഞങ്ങൾ ആ ടൈമിൽ കുറേ ആൾക്കാരെ കളിയൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോൾ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പറയാം, ഒന്നാമത് ഇപ്പോൾ കുറേ ഇതുണ്ട്, സന്തോഷ് ട്രോഫി, പിന്നെ ഈ നമ്മൾ ഇവിടെ കോളേജ് പഠിക്കാൻ വന്നത്, പിന്നെ സുബ്രതോ കപ്പ്, അതിലൊക്കെ പറ്റണ പോലെ നല്ലോണം പെർഫോം ചെയ്യാൻ നോക്കുക. അങ്ങനെ വന്നൊരു പ്ലെയർ ഉണ്ട്, അബുൽ ഹസൻ എന്ന് പറയണം. ഇപ്പൊ അവൻ ഈ നമ്മുടെ സൂപ്പർ ലീഗിൽ ട്രിവാൻഡ്രത്ത് കളിച്ചിട്ടുണ്ട്. മനസ്സിലായി. അവനൊക്കെ ഭയങ്കര റിസ്ക് എടുത്തു. അവൻ അങ്ങനെ വന്നതാണ്. അങ്ങനെ വന്ന എന്ന് പറഞ്ഞാൽ പിന്നെ പാഷൻ വേണം. അവൻ നല്ല പാഷൻ, അവനക്ക് ആഗ്രഹമുണ്ട്. ഇത് നമ്മളെ സിനിമ പോലെയല്ല, ഒരു പാട്ട് കഴിഞ്ഞാൽ പൈസക്കാരനാവാ, അങ്ങനെയൊന്നുമല്ല. സിനിമ ആണെങ്കിൽ സുഖമല്ലേ, ഒരു പാട്ട് കഴിഞ്ഞാൽ പൈസക്കാരൻ, അങ്ങനെ പണക്കാരൻ. നല്ല പ്ലേസ് ഉണ്ട്. അപ്പൊ അവരെന്താ പറയാ, ഞങ്ങൾക്ക് പറയാനുള്ള ജസ്റ്റ് വിശ്വസിക്കുക, ഞാൻ എത്തും എന്നുള്ള. എന്നിട്ട് അതിനുവേണ്ടി കുറച്ച് സമയം
പിന്നെ അതുപോലെ ഞങ്ങളുടെ ആൾക്കാരും സപ്പോർട്ട് ചെയ്യണം അവരെ. വീട്ടിലുള്ളവർ വീട്ടിൽ അതുപോലെ സാറന്മാരും സപ്പോർട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവിടെ നിന്ന് അവരിങ്ങനെ ഓൾറെഡി അവരുടെ മെൻറ്റാലിറ്റി ഇങ്ങനെയാണ്, നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും പോകൂല, അങ്ങനെ ആയിപ്പോയി. ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് വന്ന്. കാരണം അവിടെ ഞങ്ങൾക്കും അങ്ങനെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയി കളിക്കൂലേ, ആ ഒരു രീതിക്കാണ് ലക്ഷദ്വീപിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നത്. കാരണം ഭയങ്കര റിസ്ക്, അത് പറയണ പോലെയല്ല. കപ്പലിൽ കയറണം, പിന്നെ ഇവിടെ വന്ന് നിൽക്കണം. ഫാമിലി ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇപ്പോൾ ഒരു പ്ലെയർ ഉണ്ട്, പക്ഷെ അവരുടെ ഫാമിലി ആണെങ്കിൽ അങ്ങനെ ഒരു ഇൻകം വൈസ് അത്ര ഇല്ലെങ്കിൽ അവന് ഒറ്റയ്ക്ക് വന്ന് ഇവിടെ നിൽക്കണം. അത് പക്ഷേ ആ സമയത്ത് നമ്മൾ മെന്റലി നല്ല സ്ട്രോങ് ആവണം. ഇവിടെ ഉള്ളവരെക്കാളും കുറച്ച് കഷ്ടപ്പാടാണ്. എനിക്ക് ഒരിക്കലും അത്രയും മനസ്സിലാവില്ല. ബിക്കോസ് ഞാൻ ഒരിക്കലും ലക്ഷദ്വീപിൽ ഞങ്ങൾ അവിടെ വളർന്നു വന്നതാ. കാരണം അവിടുത്തെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഒരു പ്ലെയർ എല്ലാം കളിക്കും, ഒരേപോലെ കളിക്കും. വോളിബോൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ എല്ലാം ഒരേപോലെ കളിക്കും അവൻ. ആ പ്ലെയർ ടാലന്റഡ് ആണ് എല്ലാവരും. പക്ഷെ എന്താണ്, അതിനുള്ള ഒരു ഇതില്ല നമ്മുടെ അവിടെ. ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, സപ്പോർട്ട് ഇല്ല. പക്ഷെ ഇപ്പൊ വന്നിട്ടുണ്ട്, ഇപ്പൊ കുറച്ചും കൂടി എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് കുറച്ചും കൂടി ഐഡിയ ഞങ്ങളുടെ കാര്യമാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാരും ഇപ്പൊ ഇവിടുത്തെ കുറെ അക്കാഡമിയിലോട്ട് വീഴുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ലൂക്ക അങ്ങനത്തെ കുറെ ക്ലബിലോട്ടൊക്കെ വിട്ടിട്ടുണ്ട്. മേ ബി കുറെ മാറ്റം കൊണ്ടുവന്നു നിങ്ങൾ. ഇനി വാട്ട് ഈസ് ബീയിങ് എ ബ്ലാസ്റ്റർ മീൻ ടു യു? നിങ്ങളുടെ മനസ്സിൽ ഒരു ബ്ലാസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ ഫീലിംഗ്? ഭയങ്കര പ്രൗഡ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങള് 2016 കപ്പ് ഏട്ടിക്കായിട്ടുള്ള 2016 തോന്നുന്നുണ്ട് കപ്പ് നമുക്ക് മിസ്സായതല്ലേ. നമ്മുടെ കപ്പ് കൊണ്ട് വെച്ചു. അപ്പൊ പിറ്റേന്ന് ഞങ്ങൾക്ക് എക്സാം ഉണ്ടായി. അപ്പൊ എക്സാമിന് ഞാനിവരും പോയപ്പോ അവരിങ്ങനെ, അവർക്ക് അറിയില്ല ഞങ്ങളിത് കപ്പ് കൊണ്ടുപോയി വെക്കണ്ടെന്ന്. പിറ്റേന്ന് കണ്ടപ്പോ ഞങ്ങളോട് ഇങ്ങനെ അത്ര 7ാം ക്ലാസ് പഠിക്കണമെന്നാണ്. അപ്പൊ പറഞ്ഞ് നീയൊക്കെ വെച്ചത് കാരണം അങ്ങനെ കുറെ പ്രശ്നമൊക്കെ അതൊക്കെ ശരിക്കും ഭയങ്കര ഫീലായി. ഞാൻ വീട്ടിൽ പോയി വാപ്പാനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ വാപ്പ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇനിയിപ്പോ നീ എന്നെ കളിച്ചിട്ട് കപ്പടിച്ചിട്ട് അവന്മാർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഒരു വാശിയുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങളായിട്ട് കപ്പ് വെക്കുമല്ല, അത് ആ ഫോട്ടോ ഇപ്പോഴും വാപ്പ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും ഒരുമിച്ചാക്കിയിട്ട് അവസാനം നമുക്ക് കൊളാഷ് ആയിട്ട് ഇടുന്ന രണ്ട് അപ്പുറത്തിട്ട് വെക്കാം. കപ്പ് വെച്ചത് കപ്പ് കൊണ്ടിരുന്നതും ഈ സീസൺ തന്നെ എടുക്കും. നമുക്കത് പ്രാർത്ഥിക്കാം. ഇനി എൻ്റെ ഒരു ഒറ്റ ചോദ്യം കൂടി ഉണ്ട്. നമ്മൾ നിങ്ങളെ പ്ലേയേഴ്സായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾ തൊട്ട് നിങ്ങൾ കളിക്കുന്നു മുഴുവൻ നേരം ക്ലബിന് വേണ്ടിയിട്ട്. ഇപ്പം അതിൻ്റെ ഒരു ബ്രേക്കിലാണെങ്കിൽ പോലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ്, അല്ലാതെ കറങ്ങി നടക്കുമല്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ക്ലബിൻ്റെ പുറത്തൊരു ലൈഫ് ഉണ്ടോ? നിങ്ങൾ എന്താ ചെയ്യുക ഫോർ ഫൺ? ഇപ്പം ലക്ഷദ്വീപിലാണെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് അങ്ങനെ പുറത്തു പോകാൻ. നിങ്ങളുടെ ഫൺ ലൈഫ് എന്താണ്? ഈ ഇൻ സീസൺ ആണോ പറയണത്? ഇൻ ജനറൽ പൊതുവെ ഇൻ സീസൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടുതലും വീട്ടിൽ തന്നെ ആയിരിക്കും, ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക എല്ലാം. അങ്ങനെ രാത്രി ഒന്നുമില്ല. പിന്നെ പറഞ്ഞാൽ ഈ ഓഫ് ഡേ ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ കൂട്ടുകാരന്മാരൊപ്പം പോയി സിനിമ കാണാം. സിനിമ ഭയങ്കര ഫണ്ണായിട്ടുള്ള, അല്ലാണ്ട് ഈ ടൂർ പോണത് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം ടൂറൊക്കെ പോകും. സാറിനെ കൊണ്ട് പറ്റില്ല. എന്താണെന്നറിയോ, ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡും പിന്നെ മെയിൻ എന്താ ഫുഡ് ഭയങ്കര അതൊക്കെ മാറി. പണ്ട് അങ്ങനെ കാശ്മീർ അത് ഇവ മറ്റേ എനിക്ക് അയച്ചെന്ന് മറ്റേ റീലിൽ ഇപ്പൊ ഭയങ്കര സ്നോ ഒക്കെ ആണല്ലോ. പോയിട്ടില്ലല്ലോ സ്നോയിൽ ഇതുവരെ? ഞാൻ പോളണ്ടില്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ പോളണ്ടിൽ പോയതല്ലേ സ്നോയിൽ പോയതാ അത്? അയ്യോ, എന്നിട്ട് സ്നോ ഇഷ്ടമാണോ? അത് ഞങ്ങൾ ട്രെക്കിങ്ങിന് പോയതാ. ഒരു ട്രെക്കിങ് ഞങ്ങളെ കൊണ്ടുപോയി. അത് പുള്ളി പറഞ്ഞത് കുറച്ചൊക്കെയാണ്. ഈ പുള്ളി ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. മണിക്കൂറൊക്കെയാണ് നടത്തിക്കണം. ആ പുള്ളിയുടെ ഒരു മോനുണ്ട് ചെറുത്, ഇവനായെങ്കിൽ എന്ത് സ്പീഡിൽ നടക്കണം. ഞങ്ങൾ പയ്യെ നടന്ന് അപ്പോൾ ഒരു സ്ഥലത്തുണ്ട്, ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യണം. പക്ഷെ അവിടെ സ്റ്റേ ഇല്ല. എന്നിട്ട് വേറൊരു പോയിന്റിലോട്ട്, ഈ പോയിന്റിലോട്ട് എത്രയാന്ന് പറയുന്നത് നടന്ന് 6 മണിക്കൂർ ഞങ്ങൾ നടന്നു. ഇതൊരു കാലൊക്കെ ഭയങ്കര എന്നിട്ട് അവര് പറഞ്ഞ് ഇവിടെ അല്ല, ഈ പോയിന്റ് അല്ല, അടുത്ത പോയിന്റിലോട്ട് പോകണമെന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് ആ പോയിന്റ് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല. ഞങ്ങൾ പറഞ്ഞു എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പോയി എത്തുമ്പോ ഈ ഞാൻ പറഞ്ഞില്ലേ ഇയാളുടെ മോനൊക്കെ പോയി നേരത്തെ പോയി എത്തി. ഞങ്ങൾ ആള് പറയുന്നുണ്ട് അവനെ ചെറുപ്പം മുതൽ തന്നെ ഇയാള് കൊണ്ടുപോയി. ഇയാള് ട്രാവലറാ. അപ്പൊ ഞങ്ങൾ പോയി എത്തിയിട്ട് നോക്കുമ്പോ 2 റെസ്ക്യൂക്കാർ വന്ന് നിക്കുക. അപ്പൊ അവര് ചോദിച്ചു, ഞങ്ങൾ ചോദിച്ചു എന്താണ്? അപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് മുമ്പ് 2 പേര് പോയിട്ടുണ്ട്, അവര് മിസ്സിംഗ് ആന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു തിരിച്ചു പോവാന്ന് പറഞ്ഞു. ഇവരാണെങ്കിൽ കുറച്ച് കഴിയുമ്പോ അവര് പറഞ്ഞ 2 പേര് മഞ്ഞ് വീണിട്ട് എന്നിട്ട് ഇവര് റെഡിയാ പോവാൻ. ഇവര് പറഞ്ഞു ബാ പോവാന്ന്. ഞങ്ങള്
അല്ല അത് പക്ഷെ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് നല്ല. എന്നിട്ടും നിങ്ങൾക്ക് മഞ്ഞിൽ പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ഇല്ല ഉണ്ട് അവനിങ്ങ് ഒരു ആഗ്രഹവും ഇല്ല. ഉണ്ട് ഉണ്ട് അസറിന്. അല്ല കാശ്മീർ അത് ഈ ആഗ്രഹം റീൽസ് കണ്ടിട്ട് എനിക്ക് ഫോറിൻ കൺട്രീസിലൊക്കെ പോകണം, അല്ലാണ്ട് ഈ കാശ്മീർ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം. മഞ്ഞിൽ പോകണം അങ്ങനെ. എനിക്ക് പിന്നെ സ്വിറ്റ്സർലാൻഡിൽ പോകണം, അത് റീൽ കണ്ടിട്ടാണ്. ഞാൻ ഇപ്പൊ ഇത് ആദ്യം പോയത് മറ്റേ വയനാട് ചുരല്, അത് മാത്രം. തൽക്കാലം എത്ര ദൂരത്ത് മതി? പ്രാക്ടീസിന്റെ ഇടയിൽ അതൊക്കെ പറ്റുള്ളൂ. അല്ല പണ്ട് ഞങ്ങളുടെ ഓഫ് സീസൺ സിനിമ മാത്രമേ ഉള്ളൂ. ഓഫ് സീസൺ പിന്നെ നാട്ടിൽ പോവും. പക്ഷെ സിനിമ എല്ലാം കാണും. എല്ലാം കാണും. അപ്പൊ അതാണ് നമ്മുടെ ആകെയുള്ള ഇത്. ഇനി നമ്മൾ ഇതെല്ലാം നമ്മുടെ ഫാൻസിനോടൊക്കെ ടാറ്റ പറയുന്നതിന് മുന്നേ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ റീൽസ് ഇഷ്ടം പോലെ കാണുന്നു. സോഷ്യൽ മീഡിയയോട് ഇമ്മ്യൂൺ ആവേണ്ടത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചില കളികൾ ജയിക്കും, ചില കളികൾ തോക്കും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഏത് കളി അങ്ങനെയാണ്. അത് ഞങ്ങളുടെ ഗുരു രാഹുലേട്ടൻ പറഞ്ഞായിരുന്നു ഓവറായിട്ട് ഇതൊന്നും യൂസ് സോഷ്യൽ മീഡിയ. അവരുടെ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് കളിച്ച് തോക്കുമ്പോൾ അവരുടെ സങ്കടമായിരിക്കും അത് വന്നിട്ട് ഇമോഷണൽ ആണ് അവർക്ക്, ഫാൻസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ പോയി കമന്റ് വായിക്കുക, എന്നെ ഇങ്ങനെ പറഞ്ഞു. അത് രാവിലെ പണ്ട് ഞങ്ങൾ ഇങ്ങനെ തുടങ്ങിയത് ഇത് വായിക്കണ്ട. അപ്പൊ രാവിലെ പറഞ്ഞാൽ അതൊന്നും വായിക്കണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്. കാരണം അവർ ആ ദേഷ്യത്തിൽ ആ അപ്പത്തെ ഒരു ഇതിലായിരിക്കും ഇടണത്. പക്ഷെ നമ്മളത് കണ്ടിട്ട് നമ്മൾ പിന്നെ ഡൗട്ട് അടിക്കണ കാര്യമൊന്നുമില്ലല്ലോ. ടെൻഷൻ ആവണ എന്തിനാ? ഇപ്പൊ നമ്മളിപ്പോ പൊതുവെ ഇപ്പൊ ബാഴ്സലോണന്റെ കളി കണ്ട, ഇപ്പൊ ബാഴ്സ തോറ്റ നമ്മൾ പറയൂല്ലോ ഇങ്ങനെയാണ്, അതുപോലെയാണ് അവര് പറയണത്. അല്ലാണ്ട് അവര് ഇപ്പൊ എംബാപ്പയ്ക്ക് ഇപ്പൊ നല്ല എന്ന് വെച്ചാ പ്ലെയർ ആണ് അല്ലേ, അറിയാലോ നിങ്ങളുടെ എംബാപ്പെ നല്ല പ്ലെയർ അല്ല എന്ന് പറയാൻ പറ്റും. അത് അങ്ങനെയാണ്. അത് വേൾഡ് കപ്പ് കണ്ടിട്ട് അങ്ങനെ പറയുന്നത് എനിക്ക് സഹിക്കാൻ പോലും പറ്റില്ല. വേൾഡ് കപ്പ് എംബാപ്പയുടെ ഹാട്രിക്കിനെ കുറിച്ച് പറയാതെ നിങ്ങൾ മെസ്സി 3 ഗോൾ അടിച്ചു. അത് ശരി. എന്ത് ഹാട്രിക് അടിച്ചും എംബാപ്പയോടെ നിൽക്കുന്നത്? മെസ്സി 3 ഗോൾ അടിച്ചു. നമ്മളിവിടെ എംബാപ്പയുടെ കാര്യം വരുമ്പോൾ എംബാപ്പയുടെ കാര്യം പറയാനാണ്. അല്ല മെസ്സി അത് ഇട്ടിട്ട് കളിയില്ല. പക്ഷെ നെയ്മറിന്റെ ഫാൻ അല്ലേ നിങ്ങൾ? എന്താണ് പെട്ടെന്ന് മെസ്സിയുടെ അടുത്ത്? ആദ്യം ഞാൻ മെസ്സിന്റെ വാപ്പാന്റെ വായന മെസ്സി എന്നാ കേട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ആദ്യം മെസ്സിനെ കാണുന്നത് 2008 ആ ടൈമിൽ ഞങ്ങൾ ഈ കാരിക്കറ്റ് ആ ടൈമില് വാപ്പ പറയണ മെസ്സി ഉണ്ട്. അപ്പൊ ജർമ്മനിയായിട്ട് കളിയാണ്. മെസ്സി കുറെ പേരൊക്കെ ഡ്രിബിൾ ചെയ്തേക്ക് ആ ടൈമിലാണ് നമുക്ക് ഇതൊക്കെ അറിയണം. നമുക്ക് അറിയില്ലല്ലോ, കേട്ടും പഠിച്ചതാണ്. ഇനി പോണതിന് മുന്നേ ഫാൻസിന്റെ അടുത്ത് എന്താണ് പറയാനുള്ളത്? ഫാൻസിനായിട്ട് എപ്പോഴും പറയണ തന്നെ കുറച്ച് വെയിറ്റ് ചെയ്യുക, സബർ എന്ന് പറയുക, പേഷ്യൻസ്. എല്ലാതിൻ്റെതായ സമയം തന്നെ കിട്ടും. ഇപ്പൊ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക. ഇപ്പൊ ഏറ്റവും വലിയ തന്നെ മെസ്സിന്റെ തന്നെ 19-ാം വയസ്സിൽ എംബാപ്പെ വേൾഡ് കപ്പ് പിടിച്ചു. മെസ്സി വാങ്ങിച്ചത്ര 38-39-ാം വയസ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേഷ്യൻസ് നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും അവരുടെ ഇത്. പക്ഷെ ഞങ്ങൾ നല്ലോണം ശ്രമിക്കുന്നുണ്ട്, ട്രെയിൻ ചെയ്യുന്നുണ്ട്, എല്ലാം നമ്മളെല്ലാ ട്രെയിനിങ് ഇതാകുമ്പോൾ എല്ലാ കളിയും നമ്മുടെ ഏറ്റവും ലക്ഷ്യം എന്ന് പറഞ്ഞത് കപ്പ് തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ വെക്കല് മാത്രമല്ല കപ്പ് കൊണ്ട് തരണം. ഉറപ്പ്. ഓക്കെ, അപ്പം ഇത്രയും നേരം താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. അപ്പം ഇനിയും അടുത്ത കളികളിൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന് കളിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.